ചില ആളുകൾക്ക് ഒരു തോന്നല് നമ്മുടെ സംഘടനയില്ലെങ്കിൽ ഇസ്ലാം ഉണ്ടാവില്ല, നമ്മളാരും പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം അത് ഉണ്ടാവില്ല. ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ അള്ളാഹ് നിലനിർത്തും. നമ്മളതിന്റെ ഒരു പ്രബോധകനായാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യം. നമ്മളതിലൊരു കണ്ണിയാകാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അപൂർവമായ ഒരു മഹത്വമാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ മതമാണ്, ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. ലോകത്ത് 100% ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. അതിന്റെ ആദർശങ്ങൾ 100ഉം അള്ളാഹുവിന്റെ ബുദ്ധിയാ. അള്ളാഹുടെ ബുദ്ധിയെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചാലഞ്ച് ചെയ്യാൻ പാടില്ല, എവിടെയെത്തില്ല. അതാണ് ഞാൻ തസ്ലീമ നസറിലേക്ക് കടന്നു വന്നത്. തസ്ലീമ നസറും വിളിച്ചു പറയുന്നത് എന്താണ്, പറഞ്ഞതെന്താണ്? ഖുർആൻ മാറ്റണം. ഇത്രേ പറയുന്നുള്ളൂ, ഖുർആൻ മാറ്റണം. ഏത് ആയത്ത് മാറ്റണമെന്ന് തസ്ലീമ പറയുന്നില്ല. ഖുർആനിൽ ഇന്ന ആയത്ത് തെറ്റാണ്, ആ ആയത്ത് ഇന്ന കാരണം കൊണ്ട് തെറ്റാണ്, അതുകൊണ്ട് ആ ആയത്ത് മാറ്റണം എന്ന് തസ്ലീമ പറയുന്നില്ല. നേരെ മറിച്ച് തസ്ലീമ പറയുന്നത് ഖുർആൻ മാറ്റണം. എന്താ കാരണം? അത് 1400 കൊല്ലം മുമ്പേ ഇറങ്ങിയതല്ലേ. കറണ്ടും കൂടിയും വരാത്ത കാലത്തുണ്ടായ ഖുർആൻ 2007 ഇത്ര ലേറ്റസ്റ്റ് യുഗമായി മാറിയപ്പോ 1400 കൊല്ലം മുമ്പ് ഇറക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം അത് കാലഹരണപ്പെട്ടു എന്ന മുടന്തൻ വാദം തെളിവുണ്ടോ? ഇല്ല. ഏത് ആയത്താ കാലഹരണപ്പെട്ടത്? ഏത് സൂറത്താ കാലഹരണപ്പെട്ടത്? ഇന്ന് ഡിസംബർ മാസം എത്രയും മോനെ? 29 കഴിഞ്ഞു. ഇപ്പൊ 30 രാത്രിയിലേക്ക് വരിക ഡിസംബർ. ഈ ഡിസംബർ 25 യേശു ക്രിസ്തു ജനിച്ച ദിവസമായി ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത്. ക്രിസ്മസ് കഴിഞ്ഞുപോയി. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച ദിവസമായി വിശ്വസിക്കുന്നു. പക്ഷേ ഡിസംബർ 25 യേശു ക്രിസ്തു ജനിച്ചത് എന്ന് ബൈബിളിൽ എവിടെയില്ല, ഒറ്റ ബൈബിളിലുമില്ല. ഉണ്ടോ? യേശു ക്രിസ്തു എന്നാ ജനിച്ചത് എന്ന് മറുപടി പറയാൻ ബെനഡിക്ട് 16 കയ്യിൽ പോലും മറുപടിയില്ല. കാരണം ബൈബിൾ അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഒരു തണുപ്പുള്ള രാത്രിയിലാണ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശു പിറന്നത് എന്ന് മാത്രമേ ബൈബിൾ പറഞ്ഞിട്ടുള്ളൂ. ഡിസംബർ 25 എന്ന് യോഹന്നാനോ മത്തായിയോ മാർക്കോസോ ലൂക്കോസോ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഇല്ലാന്ന്. അത് ഡിസംബർ 25 ഒരു വന്നും വഹുമും ഹയ്യൂലാത്തും മാത്രമാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമെന്നാണ്. മുഹമ്മദ് നബി ജനിച്ചത് AD എത്രയിലാണ്? ഇംഗ്ലീഷ് മാസം എത്രയിലാണ്? അറബി മാസം എത്രയിലാണ്? ഏപ്രിൽ 21 തീയതി. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയം മക്കയിലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള് ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ പുറത്തേക്ക് വന്നല്ലോ. ولدته مختونا ومكهولا كما قد جاء في الخبر صحيح المصدوق. മുഹമ്മദ് നബി ജനിച്ചതിന് തെളിവുണ്ട്. AD ഇത്ര, ഇംഗ്ലീഷ് ഇത്ര, അറബി ഇത്ര, സമയത്ര, ടൈം ഇത്ര, നാഴികത്ര, വിനാഴികത്ര. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മരിച്ചതിനും തെളിവുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വഫാത്തെന്നായിരുന്നു, ഏത് ദിവസമായിരുന്നു, എത്ര സമയത്തായിരുന്നു, ലോക ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം എന്ന് പറഞ്ഞാൽ ജനിച്ചതെവിടെ, മരിച്ചതെവിടെ, തെളിവ് പറയണം. ജനിച്ചതെവിടെ, മരിച്ചതെവിടെ, തെളിവ് പറയാൻ പറ്റാത്തതിന് മലയാളത്തിൽ പറയുന്ന പേര് ഐതിഹ്യം എന്നാണ്. ഭാവന. അതുണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ടോന്നും പറയാൻ പറ്റില്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലാന്നും പറയാൻ പറ്റില്ല. മാവേലി എന്ന് ജനിച്ചു. മാവേലി ഉണ്ടായിരുന്ന മോനെ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നമ്മൾ മനോഹരമായ പാട്ട് സ്കൂളിൽ പഠിച്ചു. പക്ഷെ മാവേലി എന്നാ ജനിച്ചത്? AD അല്ലെങ്കിൽ BC 2001 വർഷം തുടങ്ങുക. ADയിലും BCയിലും ഇല്ല മാവേലി എവിടുന്ന മരിച്ചത്, എവിടുക്ക പോയത്, അതിനും തെളിവില്ല. അതൊരു ഐതിഹ്യമാണ്. ശ്രീരാമൻ എന്നാ ജനിച്ചത്?
AD-യിലാണോ BC-യിലാണോ ത്രേതായുഗത്തിലെ അവതാര പുരുഷനായിരുന്നു രാമൻ എന്നാണ് രാമായണം രേഖപ്പെടുത്തുന്നത്. ത്രേതായുഗം എന്നാണ് അവസാനിച്ചത് 1,66,000 കൊല്ലം മുമ്പേ ത്രേതായുഗം അവസാനിച്ചു. അപ്പൊ രാമൻ ജീവിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയത് 4 ലക്ഷമോ 5 ലക്ഷമോ കൊല്ലമായി. അത് എന്നാണ് രാമന്റെ ജനനം? എവിടെയാണ് രാമൻ ജനിച്ചത്? എപ്പോഴാണ് രാമൻ മരിച്ചത്? ഏത് ദിവസത്തിലാണ്? ഏത് മണിക്കൂറിലാണ്? ചരിത്രമാകില്ല. ചരിത്രമാകുമ്പോ ജനിച്ചതിനും തെളിവ് വേണം, മരിച്ചതിനും തെളിവ് വേണം. അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് ഐതിഹ്യം എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ഐതിഹ്യമല്ല, ചരിത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാത്തിനും തെളിവുണ്ട്. നബി തങ്ങൾ മരിച്ചു എവിടെ? മദീനയിൽ. എവിടെ? ഖബറിലാ. അല്ലേ? അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എത്ര എണ്ണുണ്ട്? നമ്മൾ ഒരിക്കൽ ഹജ്ജിന് പോയാൽ നമ്മുടെ ഈമാനിന് എന്തൊരു ഉണർവാന്നറിയാം. ഹജ്ജിന് പോയാൽ ആ നബിതങ്ങൾ ജനിച്ച വീട് മക്തബ മക്കത്തുൽ മുക്കറമ ലൈബ്രറിയായി അവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാർക്കറ്റ് മക്കയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ നിരതനായി കർമ്മനിരതനായിരുന്ന ഹിറാ ഗുഹ ഇപ്പോഴും അതാ പഴമയോടുകൂടെ നിലനിൽക്കുന്നു. അങ്ങനെ എല്ലാം നമ്മുടെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ചരിത്രപരമായി നിലനിൽക്കുകയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ മാറ്റിയത് ധനമെന്ന് തസ്ലീമാനസുരൻ വിളിച്ചു പറയുമ്പോ ഏത് ആയത്ത് മാറ്റണമെന്ന് ഇതുവരെ പറയാനുള്ള കഴിവ് തസ്ലീമക്കുണ്ടായിട്ടില്ല, ഒരു ശക്തിക്കും ഉണ്ടായിട്ടില്ല. ഏത് സൂറത്താണ് തെറ്റ്? ഞാൻ പറഞ്ഞു വന്നത് അതിലേക്കാണ്. ഡിസംബർ മാസം 25-ാം തീയതി യേശുക്രിസ്തു ജനിച്ചു എന്ന് ക്രിസ്ത്യൻ സമുദായക്കാർ വിശ്വസിക്കുന്നു. അവർ അങ്ങനെ തന്നെയാവട്ടെ. നമ്മൾ അവരുടെ വിശ്വാസത്തിലേക്ക് കൈകടത്താൻ പോകുന്നില്ല. ലക്കും ദീനക്കും വലിയ ദീൻ. നമുക്ക് നമ്മുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. അതാണല്ലോ ഖുർആന്റെ ജനാധിപത്യം, അതാണല്ലോ ഖുർആനിന്റെ സോഷ്യലിസം, അതാണല്ലോ ഖുർആനിന്റെ മഹത്വം. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് വിടാം. എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം ലോകത്ത് തുല്യതയില്ലാത്ത ജനനമാണെന്ന് ഖുർആൻ പറയുന്നു, ബൈബിൾ പറയുന്നു. കാരണം ഈസാ നബിക്ക് വാപ്പയില്ലാതെ ഉമ്മയുടെ മകനായി മാത്രം ജനിച്ച കുഞ്ഞാണ് റൂഹുല്ലാഹി ഈസാ. ഈസാ നബിയുടെ ഉമ്മയുടെ പേരാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ആ മറിയം ബീവിയുടെ വയറ്റിലാണ് ഈസാ നബി ജനിക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്തു മറിയം എന്ന് പറഞ്ഞൊരധ്യായം അല്ലാഹു ഖുർആനിൽ കൊണ്ടുവന്നപ്പോ മോനെ അറബി അക്ഷരമാലയില് 5 അക്ഷരം ആ സൂറത്തിന് മുമ്പിൽ അല്ലാഹു നിരത്തി വെച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഞ്ചക്ഷരം. ഖുർആനിലല്ലാതെ ഇങ്ങനെ ഒരു പാരായണ രീതി കാണില്ല. അപ്പൊ ബൈബിള് വായിക്കുമ്പോ ABCDEF G എന്ന് പറഞ്ഞിട്ട് വായിക്കാറുണ്ടോ? ഇല്ല. ഒരു വേദഗ്രന്ഥത്തിലും ഇങ്ങനെ അലിഫ് ലാം മീം ഖുർആനിലെ 5 അക്ഷരങ്ങളാണ് സൂറത്തു മറിയമിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അല്ലാഹു വെച്ചിരിക്കുന്നത്. ഖുർആനിൽ ചില സൂറത്തിന്റെ തലക്കൊക്കെ ഇങ്ങനെ ചില അക്ഷരം കൊടുത്തിട്ട് കാണാം, അല്ലെ? നമ്മൾ ഓതാറില്ലേ അലിഫ് ലാം മീം? എന്താ ഇതിന്റെ അർത്ഥം മോനെ? ഇവിടെ അവിടെ ഇരിക്കെ കുറെ നേരായി. അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന്റെ മാന എന്താ? ഇതിന്റെ അർത്ഥം എന്താ? എല്ലാ പണ്ഡിതന്മാരും അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. അലിഫ് ലാം മീം അതിന്റെ ഉദ്ദേശം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാ എഴുതി വെച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ അലിഫ് ലാം മീമിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശം അള്ളാഹ്ക്കെ അറിയൂ എന്നല്ല. അതിന് വേറെ അർത്ഥമുണ്ട്. ആ അർത്ഥം അള്ളാഹ്ക്കെ അറിയൂ എന്നാണ് പറഞ്ഞത്. അല്ലാതെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്നല്ല. കേട്ടോ? അലിഫ് ഇന്നതാണ്, ലാം ഇന്നതാണ്, മീം ഇന്നതാന്നൊക്കെ ഒരു ഊഹം പറഞ്ഞ ആളുകളുണ്ട്. അതൊന്നും ഇതിന്റെ ഒറിജിനാലിറ്റി അല്ല. ഏതോ ആവട്ടെ, ഖുർആനിലെ ചില സൂറത്തുകളുടെ തലങ്ങളൊക്കെ ഇങ്ങനെ അലിഫ് ലാം മീം, കാഫ് യാ ഐൻ സാദ്, അലിഫ് ലാം റാ എന്നൊക്കെ ചില അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ സൂറത്ത് എവിടെ നിങ്ങൾ കണ്ടോ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, അതിന്റെ ഉള്ളടക്കം ഗൗരവമുള്ളതാണ്. അതിനാണ് അക്ഷരം കൊടുത്തിരിക്കുന്നത്. പാസ്വേഡ് വെക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ മോനെ? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം. അപ്പൊ നിങ്ങളുടെ കമ്പ്യൂട്ടർ, ഒരു തന്നെ കമ്പ്യൂട്ടർ പറഞ്ഞാൽ അവന്റെ എല്ലാ രഹസ്യം അതിൽ കയറ്റിയിട്ടുണ്ടാവും, ബയോഡാറ്റ മുഴുവൻ അതിലുണ്ടാവും. അപ്പൊ എന്റെ കമ്പ്യൂട്ടർ
ഞാൻ ഒരു പാസ്വേഡ് വെച്ചുകൊണ്ട് അത് ലോക്ക് ചെയ്താൽ ആ പാസ്വേഡ് അറിയാത്ത ഒറ്റ ആൾക്ക് പോലും ആ കമ്പ്യൂട്ടർ ഓണാക്കാൻ പറ്റില്ല. ഏതുപോലെ? നമ്മുടെ ATM കാർഡ് പോലെ. ബാങ്കിൽ കിടക്കുന്ന പണം 24 hours എപ്പോഴും വേണമെങ്കിലും ATM കാർഡ് ഉണ്ടായാൽ പിൻവലിക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM കാർഡ് കൊണ്ടുപോയി കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് ആ കാർഡ് അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് സീക്രട്ട് കൂടെ പ്രിന്റ് ചെയ്താൽ 1000 വേണോ 10000 വേണോ രൂപ 100 വേണോ 10 വേണോ എന്ന് അവിടെ നിങ്ങോട്ട് കമ്പ്യൂട്ടർ ചോദിക്കുമ്പോ അതിനനുസരിച്ച് yes or no എന്നങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ടിൽ നിന്ന് 24 മണിക്കൂറും രാത്രി 2 മണിക്ക് പോയാലും നിങ്ങൾക്ക് പൈസ കിട്ടും കഴിഞ്ഞപ്പോ. പണ്ടൊക്കെ നേരം വെളുക്കോളം കാത്തിരിക്കണം. നേരം വെളുത്ത് 10 മണി വരെ ഇങ്ങനെ ഈ കാർഡും പിടിച്ചിരിക്കണ്ടേ. നേരം വെളുത്ത് 10 മണിയാണ് ബാങ്ക് തുറന്ന് കാശ് തയ്യാറാട്ടോ ഉസ്താദേ എന്ന് പറയേണ്ട ആവശ്യമില്ലപ്പോ. രാത്രി 2 മണിക്ക് പോയാലും നമ്മുടെ നാടുകളിലൊക്കെ അടുത്ത കാലത്താണ് വന്നിരിക്കുന്നതെങ്കിലും പണം പിൻവലിക്കാവുന്ന ചില പ്രത്യേകമായ കണ്ടുപിടുത്തങ്ങൾ വന്നുപോയി. അതിന് ചില പാസ്വേഡുകൾ വെച്ചിട്ടുണ്ട്, സീക്രട്ട് വാചകങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം കിടക്കുന്നത് പാസ്വേഡിന്റെ അകത്താണെങ്കിൽ ലോകത്താദ്യമായി പാസ്വേഡ് സിസ്റ്റം ലോകത്ത് യൂസ് ചെയ്തത് ഖുർആനാണ്. പക്ഷേ ഖുർആനിന് 114 സൂറത്തുകൾക്ക് പാസ്വേഡില്ല. ചില പ്രത്യേക സൂറത്തുകൾക്ക് മാത്രമേ അല്ലാഹു പാസ്വേഡ് കൊടുത്തിട്ടുള്ളൂ. ആ പാസ്വേഡ് കൊടുത്തതിൽ 5 അക്ഷരമുള്ള പാസ്വേഡുള്ള സൂറത്താണ് സൂറത്തു മറിയം. എന്താണ് ഇതിന് 5 അക്ഷരം പാസ്വേഡ് കൊടുക്കാനുള്ള കാരണം? അതിന്റെ ഉള്ളിൽ പറഞ്ഞ ചരിത്രം വളരെ ഗൗരവമുള്ളതാണ്. കാരണം 2000 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളില് ഈസാ നബി ജനിച്ചു. എങ്ങനെ ജനിച്ചു? കന്യകയായ മറിയമിന്റെ കന്യകാറ്റം വളരാതെ, ഒരു പുരുഷൻ കയറി സംസ്കർക്ക ബന്ധം നടത്താതെ, ഒരു തുള്ളി ബീജം അതേ മറിയമിന്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കാതെ മറിയമിന്റെ വയറ്റിൽ കുട്ടിയുണ്ടായപ്പോ ജനങ്ങൾ ചോദിച്ചുപോയി, മറിയമോ, ഓ മറിയമേ, നീ പിഴച്ചുപോയിരിക്കുന്നു, വ്യഭിചരിച്ചിരിക്കുന്നു, നീ ചേവടിശിയായിരിക്കുന്നു, നീ വേശിയായിരിക്കുന്നു. പലരും പലതര പേര് പറഞ്ഞിട്ട് മറിയം ബീവിനെങ്ങനെ വിറപ്പിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് മറിയം ബീവി ദ്വാരക്കുകയാണ്. പടച്ചവരേ, ആളുകളല്ല തപ്പാടിച്ചി എന്ന് വിളിക്കുന്നല്ലോ, ഞാനെന്തു വേണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു മറിയമിനോട് പറയുന്നു, മറിയമേ, ഒരാളോട് ഒരക്ഷരം പറയണ്ട. ആര് വന്നിട്ട് കുട്ടിയുടെ വാപ്പാരാന്ന് ചോദിച്ചാൽ ഡോണ്ട് ടോക്ക് ലിസൺ, ഒരക്ഷരം ഉണ്ടണ്ട അല്ല പറയാ. നമ്മുടെ നാട്ടിലാണെങ്കിലോ മോനെ നല്ലോണം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സൂറത്താ കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് വലിയൊരു അർത്ഥത്തിലേക്കാണ്. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്നാലേ അത് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു പറയുന്നു, ആരോടും സംസാരിക്കണ്ട മറിയമേ. കുട്ടിയുടെ വാപ്പാന്ന് എല്ലാവർക്കും അറിയുന്നു. മറിയം ബീവിനെ കെട്ടിച്ചു കൊടുത്തിട്ടില്ല. മറിയം ബീവിനെ ഒരു പുരുഷൻ കയറി തൊട്ടിട്ടില്ല. മറിയം ബീവിയുടെ കന്യകാത്വം ഭേദിക്കപ്പെട്ടിട്ടില്ല. പിന്നെ മറിയം ബീവിയുടെ വയറിങ്ങനെ വീർത്തു വന്നു. ആളുകളൊക്കെ ചോദിച്ചു പോയി, എന്താ കഥ? കെട്ടിച്ചു കൊടുക്കാത്ത ഒരാളും തൊടാത്ത മറിയം ഗർഭിണിയായിരിക്കണം. ആളുകൾ പറഞ്ഞു, ആരെന്തേലൊക്കെ ഉണ്ടാവുന്നേ, അല്ലാതെ ഇപ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മുടെ നാട്ടിലെ സ്ഥാനാണല്ലോ. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹ പാവം കരഞ്ഞിങ്ങനെ നിലവിളിച്ചു. അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, ഈ ജനങ്ങൾ എന്നെ വേശ്യാന്നാ വിളിക്കുന്നത്, വ്യഭിചാരി എന്നാ വിളിക്കുന്നത്. ഞാനാകെ പെട്ടുപോയിരിക്കുകയാണ്. ഞാൻ ഇവരോട് എന്ത് മറുപടി പറയും? എനിക്കും നിനക്കും മാറ്റാണല്ലോ ഇതിന്റെ രഹസ്യമറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് പറയണം? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, മിണ്ടണ്ട. ആർക്കെങ്കിലും പാപ്പാനെ അറിയണമെന്ന് സംശയമുണ്ടെങ്കിൽ അവര് വന്ന് ഗർഭമുള്ള നിന്റെ വയറിന്റെ നേരെ നിന്നുകൊണ്ട് ചോദിക്കട്ടെ, ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയുടെ ഫാദറാരാ, തന്താരാ, ബാപ്പാരാ? സംശയമുള്ളവർ ചോദിക്കട്ടെ. ചോദിച്ചാൽ എന്താ നടക്കാൻ പോണത്? മകനോ മകളോ ചോദിച്ച നേരത്ത് മകനാറായി മതിക്ക് പിറന്ന് ചെന്നോവർ പശമേറും രാവിൽ നടന്നങ്ങ് പോവുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ഈ നൂറ്റാണ്ടിലെ സുന്യാളല്ലാതെ വിജയിക്കില്ല മോനെ. ഞാൻ ഇതിന്റെ ഇടയതൊന്ന് കയറിയത് പറയാട്ടോ. എന്താ കാര്യം എന്നറിയോ? മൊഹീദ്ദീൻ മാലയുടെ 400ാം വാർഷികം ആഘോഷിക്കുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, സകല പുലാബി ഒക്കെ.
എമ്മൻ കാരാശ്ശേരിയെ പോലത്തെ കാരാക്കൂസുകൾക്ക് പോലും മുഹയ്യദ്ദീൻ ശൈഖിന്റെ കറാമത്ത് ഇപ്പൊ പിടിച്ചു ആണ് മാതൃഭൂമി പത്രമല്ലേ എഴുതുന്നത്. കോഴിക്കോട്ടു തന്നി പീറന്നോവർ കൊർവയോ നോക്കിയെടുത്തോവർ. കോഴിക്കോട്ടെ തുറാതന്നിൽ പിറന്നോവർ കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയിൽ അന്തിയുറങ്ങുന്ന ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ബഹജ ഉന്നത്ത് തുടങ്ങിയ വലിയ വലിയ കിതാബുകൾ റഫറൻസ് ചെയ്ത് മുതാലാത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന്റെ ചരിത്രമുണ്ടാക്കി മുഹയ്യിദ്ദീൻ മാല എന്ന് പറഞ്ഞ അറബി മലയാളത്തിൽ ഒരു പ്രത്യേക രൂപ ഈണ ഭാവത്തിൽ ഉണ്ടാക്കിയിട്ട് 400 കൊല്ലായി മോന് 400 കൊല്ലായിട്ട് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ക്ലൈമാക്സിന് അതിന്റെ ഇമേജ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് മാനവിരോധികളെല്ലാം കൂടി 400ാം വാർഷികം ആഘോഷിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ, ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം. ഞങ്ങൾ ഇതിലും വലിയ എന്താ വിളിച്ചു പറയാ? ഒരു വിദ്വാൻ മാതൃഭൂമിയിൽ ലേഖനം ഞാൻ തെറ്റുണ്ട്, മാതൃഭൂമിയിൽ എഴുതിയിരിക്കുക ഈ മാല 1000 കൊല്ലം മുമ്പ് ബഗ്ദാദിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു ആത്മീയ നേതാവാണെന്ന് പറയപ്പെടുന്ന അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മഹാത്മ്യങ്ങളെ പറ്റിയാണ് എഴുതിയത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ മഹാത്മ്യങ്ങൾ പലതും ചരിത്രത്തിൽ തെളിവില്ലാത്തതാണ്. ഖാദി മുഹമ്മദിന്റെ ഭാവനയിൽ നിന്നും ഉണ്ടായതാണ്. ഒരു ഭാഗത്ത് പറയുമ്പോ അതേ മാതൃഭൂമിയുടെ ലേഖനത്തില് അയാൾ തന്നെ സമ്മതിക്കുന്നു ഈ മാലയ്ക്ക് ഇത്ര വലിയ ഈണവും ഭാവവും രൂപവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം ബഗ്ദാദിലെ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ചരിത്രത്തിന്റെ സാരാംശമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മാലയ്ക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാതൃഭൂമി പത്രത്തിൽ അച്ചുനിരത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മുഹയ്യിദ്ദീൻ മാല ആധുനിക ലോകത്തിന്റെ ഇമാമായി മാറിയിരിക്കുന്നു. അതിന് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും മഅ്മൂമിങ്ങളായി മാറിയിരിക്കുന്നു. നമ്മൾ ആരും ചിന്തിച്ചു പോയതല്ല. നമ്മളെ സുന്നികൾ ആഘോഷിക്കണ്ടായിരുന്നു ഈ 400ാം വാർഷികം. പക്ഷെ നമ്മൾ ആഘോഷിച്ചാൽ പിന്നെ കറാമത്താവില്ല. സത്യത്തിൽ മൊയ്തീൻ ശൈഖിന്റെ കറാമത്താണ് ഇതാ കിടക്കുന്നതോ എന്ന് പറഞ്ഞ പോലെ ഇത് മൊയ്തീൻ ശൈഖിന്റെ കറാമത്താ പോലെ. അതല്ലേ കറാമത്ത്? മഞ്ഞക്കുളത്ത് കിടക്കുന്ന ഖാജാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പൊളിച്ചു മാറ്റിയിട്ട് അതിലൂടെ പാലക്കാട് ഒലവക്കോടിലേക്ക് പോകുന്ന റെയിൽവേ മഞ്ഞക്കുളത്തിലൂടെ തിരിച്ചുവിട്ട് ഖാജാ ഹുസൈൻ തങ്ങളുടെ മഖ്ബറ പൊളിക്കണമെന്ന് ഒരു ഇംഗ്ലീഷുകാരൻ തീരുമാനിച്ചു, ഒരു വൈസ്രോയി. അങ്ങനെ മഖ്ബറൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് അതിലൂടെ ലൈൻ പോകാൻ വേണ്ടി കുറ്റി അടിക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാരൻ കുതിരപ്പുറത്ത് വന്നു, ബ്രിട്ടീഷുകാരന്റെ ഭരണകാലത്ത്. അങ്ങനെ വന്നിട്ട് കുറ്റി അങ്ങോട്ട് വെച്ചിട്ട് കൂടങ്ങോട്ട് പിടിച്ചപ്പോ ഒരടി, അതോടുകൂടെ ആ കുറ്റിയല്ല അടിച്ചത്, പുറത്ത് നിന്നിരുന്ന കുതിര കുതിര ചത്തു. ഇവിടെ കുറ്റി അടിച്ചപ്പോ അവിടെ കുതിര. ഇതാണ് മഞ്ഞക്കുളം മഹലയിൽ നമ്മൾ പാടുന്നത്. എന്ത് ഒരുവേരെ മക്ബറിൽ തീവണ്ടിക്ക് കുറ്റി താറച്ചോണ്ട് കുതിരയെ കൊന്നോവർ. ഖുതുബുൽ അഖ്താബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ മനസ്സിലാക്കിയത്? ഖദമീ അലാ റഖബാത്തിൽ ഔലിയാഇ തുറാ. ഉദയാസ്തമയത്തിന്റെ ഇടയിലുള്ള എല്ലാ അബ്ദാല് ഖാദിമ മുരീദ് നുജബാഇ നുഖബാ മജ്ദൂബ് തോടത്തെ എല്ലാ ഔലിയാക്കളും എന്റെ കാലിന്റെ കീഴിലാണെന്നും എന്റെ കാലിന്റെ കീഴിലല്ലാത്ത ഒരു വലിയും ഖിയാമത്ത് നാൾ വരെ ഇനി വരില്ല. കാരണം എല്ലാ ഔലിയാക്കളുടെ മുകളിലുമുള്ള ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ളം എന്ന് പറയുന്ന മാസ്റ്റർ ഡിഗ്രി അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നു. ഇനി അതിന്റെ മേലെ ഔലിയാക്കൾക്ക് ഒരു ഡിഗ്രി ഇല്ല. കേട്ടോ? അപ്പൊ അവിടുത്തെ മാലക്കും ആ ഡിഗ്രി അല്ലാഹു തആല കൊടുത്തു. ഞാനതിന്റെ ഇടയിൽ കൂടെ ഒന്ന് വന്നപ്പോ പറഞ്ഞു പോയത്. അതുകൊണ്ട് മാലകളൊക്കെ നിങ്ങൾ ചെല്ലണം. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാര് ധാരാളം ഉമ്മമാര് വന്നിരുന്നു. ഇപ്പൊ നമ്മുടെ ഉമ്മമാർക്ക് എത്ര ആൾക്ക് മൊയ്തീൻമാല അറിയാം? കണ്ടിട്ട് ചെല്ലാൻ കിട്ടുമോ? കിട്ടില്ല. അറബി മലയാളമൊക്കെ മദ്രസയിൽ എടുത്തിട്ട്
എല്ലാ കുട്ടികളെ കൊണ്ട് അറബി മലയാളം ഒന്നിനും പറ്റില്ല. അതൊക്കെ ദൂരേക്ക് വലിച്ചെറിയണം. നേരെ മറിച്ചിട്ട് ഇനി നമ്മളൊക്കെ വെറും അറബി പഠിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ മതി എന്ന് പറഞ്ഞ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് തിരിച്ചടിയാണ് ഈ മാലയുടെ 400-ാം വാർഷികം. എന്താ കാരണം എന്നറിയോ? പൊന്നാനിക്കാരനായ മാപ്പിളമാർക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു സ്പെഷ്യൽ ഭാഷയാണ് അറബി മലയാളം. വേറെ ആർക്കും ഒരു അറബി കാണുമ്പോ അറബി, വായിച്ചാൽ മലയാളം. മനോഹരമായ രവി, പക്ഷെ തുടരെങ്കിൽ ഒന്നും ആവശ്യമില്ല കേട്ടോ. കണ്ടാ കുറുഹാന ഇട്ടാതോണ, വായിച്ചു നോക്കുമ്പോ മലയാളം. ചില പ്രത്യേകമായ അക്ഷരങ്ങളും അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചു. എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെങ്കില് ഒരു പ്രത്യേകമായ ഭാഷ ഉണ്ടാക്കിയ ഇസ്ലാമിക ചരിത്രകാരന്മാര് ലോകത്തിന്റെ പിതാക്കളായി മാറുകയാണ്. അതുകൊണ്ട് ആ ഭാഷ നമ്മൾ ഉന്മോലനം ചെയ്ത് നമ്മുടെ മദ്രസയിലൊക്കെ അറബി മലയാളം നന്നായി പഠിപ്പിക്കണം. അറബി മലയാളം നമ്മളൊരു സ്പെഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കട്ടെ. അത് നല്ലതാ. ഒരു സീക്രട്ട് ഭാഷ എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ സെൽഫ് സെക്യൂരിറ്റിക്ക് ശരിക്കും ഉപയോഗിക്കും കേട്ടോ. അത് ഞാൻ വേറെ അർത്ഥത്തിൽ പറഞ്ഞല്ല, അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ദീന് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും. നമ്മൾ ആര് വിചാരിക്കുന്ന പോലെ അതിന്റെ ക്ലൈമാക്സ് അള്ളാഹു അങ്ങ് അംഗീകരിപ്പിക്കും. ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ലോകത്തെ ഇസ്ലാമിന്റെ ഉത്ഭവമായ എല്ലാത്തിന്റെയും അടിസ്ഥാനം വിശുദ്ധ ഖുർആനാണ്. സൂറത്ത് മറിയമിലേക്ക് തന്നെ തിരിച്ചു വരാം. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്. മാസം 9 വയറ്റിൽ കുട്ടിങ്ങനെ ജനിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട മറിയം ബീവിയോട് ജനങ്ങൾ വന്ന് ചോദിച്ചു, മറിയമേ, വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ വാപ്പാരാ പറ, അന്നയങ്ങൾ വീടില്ല, നിന്നെ കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ നേരം വിളിക്കുമ്പോ ഒരു ദിവസം വയറിങ്ങനെ വീർത്ത് 9 മാസമായപ്പോ ആ കുട്ടിയായിരിക്കണോ, അതുകൊണ്ട് പറ, ആരാ കുട്ടിയുടെ വാപ്പ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ മറിയം ബീവി പറഞ്ഞു, കുട്ടിയുടെ പിതാവിനെ അറിയണമെന്ന സംശയമുള്ളവര് വയറിന്റെ നേരെ വന്നു നിന്ന് ചോദിക്കട്ടെ, കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ വാപ്പാരാണെന്ന്. ആ സമയത്ത് ഗർഭപാത്രത്തിന്റെ അകത്തുനിന്നൊരു ശബ്ദം പുറത്തു വന്നുപോയി, ജനങ്ങളെ, എന്റെ ഉമ്മാനെ നിങ്ങൾ വേശിയെന്ന് വിളിക്കേണ്ട കാരണോ അന ഈസ ബിനു മറിയം, ഞാൻ മറിയമിന്റെ മോനായ ഈസയാണ്, എനിക്ക് വാപ്പയില്ല, ലോകത്തെ ആദ്യത്തെ വാപ്പയില്ലാത്ത കുട്ടി ഞാനാണ്. ആരാണ് പറയുന്നത്? റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഗർഭപാത്രത്തിൽ കടന്നുകൊണ്ട് ആദ്യത്തെ സംസാരം നടത്തിയ കുഞ്ഞാണ്. എന്നാൽ ഗർഭമുള്ള സമയത്ത് ഗർഭപാത്രത്തിൽ കിടന്ന് സംസാരിച്ചൊരു വലിയുണ്ട്. ആ വലിയിനെ പറ്റിയാ ഞാൻ നേരത്തെ പാടിയത്. എന്താണ് പാടിയത്? ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഉമ്മ ഗർഭം ധരിച്ചു പോയ സമയത്ത് ബഗ്ദാദിലുള്ള പെണ്ണുങ്ങൾ വന്ന് റിഫായി ശൈഖിന്റെ ഉമ്മാനെ ഒന്ന് തമാശയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കളിയാക്കല്ല, ഒന്ന് കളിപ്പിക്കാൻ, ഒന്ന് തമാശയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ? വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ? ചില പെണ്ണുങ്ങളൊക്കെ തമാശയാക്കാറുണ്ടല്ലോ. ഒരു പെണ്ണിന് ഗർഭമുണ്ടായാല് അടുത്ത അലങ്കത്തെ പെണ്ണുങ്ങൾ പറയല്ലോ, നല്ല വയറ്റിൽ കിടക്ക് വയറിന് വീർപ്പുണ്ടെങ്കിൽ ചിലപ്പോ പറയും വയറ് വീർത്താൽ ആൺകുട്ടിയാണ്, ഇതിന് ഉറപ്പാണ്. ചില സ്ത്രീകൾക്ക് ഗ്യാസ് ട്രബിളിന്റെ അസുഖമില്ലാത്തതുകൊണ്ട് വയറ് ചുരുങ്ങിപ്പോയെങ്കിൽ ചില നാടൻ മസാല പെണ്ണുങ്ങൾ പറയും വയറ് ചുരുങ്ങിപ്പോയാൽ പെൺകുട്ടിയാണ്. ഇവരാരും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടുള്ള റിസൾട്ട് അല്ല പറയുന്നത്, നാടൻ മസാല എന്ന് പറയുന്ന നാടൻ മസാല കൊണ്ട് പറഞ്ഞൊപ്പിക്കുകയാണ്. എന്നാൽ ബഗ്ദാദിലെ പെണ്ണുങ്ങൾ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ ഒന്ന് തമാശ കളിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്, വയറ്റിൽ കിടക്കണ കുട്ടി ആണാണോ പെണ്ണാണോ? കിടക്കുന്ന ആള് കുത്തുബാണ്, ബാവമൂദുവിന്ന് കുത്തുബായി വന്നോവർ. ജനിക്കുമ്പോൾ തന്നെ കുത്തുബിന്റെ പല ദറജയിലേക്ക് അള്ളാഹു കൊടുത്ത മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങള് ഗർഭപാത്രത്തിൽ വിളിച്ചു പറയാണ്, പെണ്ണുങ്ങളെ, നിങ്ങൾ എന്റെ ഉമ്മാനെ കൊച്ചാക്കണ്ട, അന അഹ്മദ് അൽ കബീർ,
ഞാൻ ഔലിയാക്കളുടെ കുതുബായ അഹമ്മദുൽ കബീറാണ്, ഞാൻ ആൺകുട്ടിയാണ്. അതാണ് റിഫായിമാല പറഞ്ഞത്. മകനോ മകളോന്ന് ചോദിച്ച നേരത്തു മകനാർ അഹമ്മദ് കബീറെന്ന് ചൊന്നോവർ. ഇത് ഗർഭപാത്രത്തിൽ കടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് പറയുന്നത് 1500 കൊല്ലം മുമ്പ് ഈസാ നബി പറഞ്ഞതിന്റെ പിറകെയാണ്. അതിന്റെ 1500 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ ലോകത്ത് വിളിച്ചു പറഞ്ഞു, ഗർഭപാത്രത്തിൽ കടന്നിട്ട്, ജനങ്ങളെ, ഞാൻ ബാപ്പയില്ലാത്ത കുട്ടിയാണ്, എന്റെ ഉമ്മാടെ പേര് മറിയമെന്നാണ്. എന്നാ ഒരു ചോദ്യം, മോനെ ബാപ്പല്ലാതെ കുട്ടി ഉണ്ടാവോ? നമ്മുടെ ചോദ്യം ഉത്തരം അവിടെയാണ്. ബാപ്പല്ലാതെ കുട്ടി ഉണ്ടാവോ? അവിടെയാണ് ക്രിസ്ത്യൻ സഹോദരന്മാരും നമ്മളും 2 റോഡിലൂടെ പോയത്. അതുവരെ എല്ലാവരും ഒറ്റ റോഡിലൂടെ പോയത്. ക്രിസ്ത്യാനികൾ പറയുന്നു ആദാം, നമ്മൾ പറയുന്നു ആദം. ക്രിസ്ത്യാനികൾ പറയുന്നു ഹവ്വ, നമ്മൾ പറയുന്നു ഹവ്വ. ക്രിസ്ത്യാനികൾ പറയുന്നു ജോസഫ്, നമ്മൾ പറയുന്നു യൂസഫ്. ക്രിസ്ത്യാനികൾ പറയുന്നു അബ്രഹാം, നമ്മൾ പറയുന്നു ഇബ്രാഹിം. ക്രിസ്ത്യാനികൾ പറയുന്നു ഇസ്ഹാഖ്, നമ്മൾ പറയുന്നു ഇസ്ഹാഖ്. ക്രിസ്ത്യാനികൾ പറയുന്നു സോളമൻ, നമ്മൾ പറയുന്നു സുലൈമാൻ. ക്രിസ്ത്യാനികൾ പറയുന്നു മോശ, നമ്മൾ പറയുന്നു മൂസ. കണ്ടോ, ഒറ്റ റൂട്ടാണ്. വണ്ടി ഈസാനയുടെ അവിടെ നിന്ന് മേപ്പോട്ട് പോകുമ്പോ ആദം നബി വരെ നസറാനിയും മുസ്ലിമോ ഒരു എണ്ണത്തിലൂടെയാണ് യാത്ര പോകുന്നത്. വ്യത്യാസമില്ല. അവിടെ നിങ്ങളുടെ വന്ന് ഈസാ നബി വരെ ഒന്നിച്ചു വന്നു. ഈസാ നബി വരെ ഒന്നിച്ചു വന്നപ്പോ 1-2 സ്ഥലത്ത് വെച്ച് നമ്മൾ റൂട്ട് മാറി. എന്താണ് അവർ പറഞ്ഞു? ആ കാലത്ത് ജനങ്ങൾ ഇങ്ങനെ ചോദിച്ചല്ലോ, മറിയമിന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണ്? അപ്പൊ മറിയമിന് എന്റെ കുട്ടിക്ക് വാപ്പല്ല എന്ന് പറഞ്ഞാൽ 2000 കൊല്ലം മുമ്പ് ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം ഇത്ര വലിയ ശാസ്ത്രമൊന്നും വളർന്നിട്ടില്ലല്ലോ. അപ്പൊ ക്രിസ്ത്യൻ സഹോദരന്മാർ അവർ പറഞ്ഞു, വാപ്പല്ലാതെ കുട്ടി ഉണ്ടാവുമോ? ഇല്ല, കാറ്റടിക്കാതെ എല്ലാം ഏതെങ്കിലും ഒരു കാറ്റുണ്ടാവും. അപ്പോ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാപ്പ ഉണ്ടാവും, നമ്മൾ കാണാണ്ടാവും. എന്നാ പിന്നെ മറിയമ്മ പേച്ചു എന്ന് പറയാൻ പറ്റേ? അത് പറ്റില്ല. അപ്പൊ അവര് തീരുമാനിച്ചു, എങ്കിൽ പിന്നെ ഈ കുട്ടിയുടെ വാപ്പ ആരാ? മനുഷ്യനല്ല, ജിന്നല്ല, ശൈത്താനുമല്ല. എന്നാ പിന്നെ മറിയമിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ പിതാവ് അള്ളാഹ് തന്നെ, കർത്താവ് തന്നെ. അവരങ്ങോട്ട് പറഞ്ഞു. ആരെങ്കിലും പോയിട്ട് അള്ളാഹുടെ DNA എടുത്ത് കുത്തിവെക്കാൻ നോക്കും. അപ്പൊ DNA ടെസ്റ്റ് നടത്തിയാൽ വാപ്പാനെ കിട്ടും. എന്നാ അള്ളാഹുടെ DNA കുത്തിയെടുത്തിട്ട് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? അത് എന്തും പറ്റൂല, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ക്രിസ്ത്യൻ സഹോദരന്മാർ പറഞ്ഞു, യേശുക്രിസ്തു ദൈവത്തിന്റെ മോനാണ്. ഖുർആൻ പറഞ്ഞു നോ, അത് ശരിയല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് വാപ്പല്ല, അല്ലാഹ്ക്ക് ഉമ്മയില്ല, അല്ലാഹ്ക്ക് മക്കളുമില്ല, അല്ലാഹ്ക്ക് കുട്ടികളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവരെ പോലെ മറ്റൊരു സംഭവമില്ല. ഒരു സൃഷ്ടിയില്ല എന്നല്ല, ഒരു സംഭവമില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറെ ഒന്നിനോടും അതിന് ഉദാഹരിക്കാൻ പറ്റില്ല. വേറെ ഒന്നും അതുപോലെയല്ല, വേറെ ഒന്നിനോടും അവൻ തുല്യതമനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അങ്ങനത്തെ ഒരു അപൂർവമായിരിക്കുന്ന ശക്തിയാണ് അല്ലാഹു. ഇത് ഖുർആൻ പറഞ്ഞപ്പോ ഈ നല്ലോണം ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. ഈസാ നബി വാപ്പല്ലാത്ത കുട്ടിയായിട്ട് ലോകത്ത് വാപ്പല്ലാത്ത കുട്ടികളുണ്ടാകുമെന്ന് ധൈര്യസമേതം പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആനെങ്കിൽ 2006 നവംബർ മാസം 24-ാം തീയതി വരെ ഈസാ നബിയുടെ ജനനത്തിന്റെ ശേഷം 2006 കൊല്ലം വരെ ലോകം വിശ്വസിച്ചിരുന്നത് യേശുക്രിസ്തു ദൈവത്തിന്റെ മോനാണ്, മനുഷ്യന്റെ മോനല്ല. അതെ, യേശുക്രിസ്തു എന്ന് പറയുന്ന ഈസാക്ക് പിതാവുണ്ട്, അത് കർത്താവിന്റെ മകനാണ്. അല്ലെങ്കിൽ പിതാവില്ലാതെ കുട്ടിയുണ്ടാകുമോ? എന്നാൽ 2006 സെപ്റ്റംബർ വന്നപ്പോൾ
അമേരിക്കയിലെ ഒരു സംഘം വിദഗ്ധ ഡോക്ടർമാർ കണ്ടുപിടിച്ചുപോയി ഈ ചൂരപ്പട്ടയിൽ നടക്കുന്ന വയലില് ശ്രദ്ധിച്ചോളൂ എന്റെ പ്രിയപ്പെട്ടവരെ. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് 10,000 ചില്ലാനം കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ഈ ചൂരപ്പട്ടയിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തില് ഒരു പുരുഷനില്ലാതെ, അവളുടെ ഭർത്താവില്ലാതെ, ഒരു ശുക്ലമില്ലാതെ, ഒരു ബീജമില്ലാതെ അമേരിക്കയിലിരിക്കുന്ന പ്രത്യേക സിസ്റ്റം കൊണ്ട്, ഒരു റേഡിയോളജി സെക്ഷൻ കൊണ്ട് അവൾ പോലും അറിയാതെ അവളുടെ ഗർഭാശയത്തിൽ കുട്ടിയുണ്ടാക്കാമല്ലോ. അവളെ ഒരാൾ കയറി സംസ്കർക്ക ബന്ധം പുലർത്തണ്ട, അവളോടൊരു പുരുഷൻ കയറി ബന്ധപ്പെടണ്ട. ഒരു പുരുഷന്റെ ബീജം ഗർഭപാത്രത്തിലേക്ക് കിടക്കാതെ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് റിമോട്ട് അമർത്തിയാല്, നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന കാറിന്റെ റിമോട്ട് അമർത്തിയാല് കാറ് കടകട എന്ന ശബ്ദമുണ്ടാക്കുന്നത് പോലെ 10,000 മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന അതേ ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് ചൂരപ്പട്ടയിലുള്ള പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് ലേസർ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയുണ്ടാക്കാമെന്ന് അമേരിക്ക കണ്ടുപിടിക്കുന്നത് 2006 ഖുർആൻ പറഞ്ഞതാ. ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ ഹദറത്തിലേക്ക് ഇറങ്ങി വന്നു ആര്? ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിറങ്ങി വന്നു പറഞ്ഞു. സൂറത്ത് മറിയം വായിച്ചു നോക്കിയാ കാണാം. മറിയമേ, ഞാൻ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വന്ന മലക്കാണ്, ജിബ്രീലാണ്, ഗബ്രിയേലാണ്. ബൈബിൾ പറയുന്ന ഗബ്രിയേലാണ്, ഖുർആൻ പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. ഞാൻ മാലാഖയാണ്, മലക്കാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാ വന്നിരിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, മറിയമേ സന്തോഷിച്ചു കൊള്ളുക, നിന്റെ വയറ്റിൽ ഒരു ആൺകുട്ടി ജനിക്കാൻ വേണ്ടി പോവുകയാണ്, ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ മറിയം ബീബി പറഞ്ഞതെന്താ കേൾക്കുന്നത്? ഒരു പുരുഷനെന്നെ തൊട്ടിട്ടില്ലല്ലോ, ഒരു മനുഷ്യനെന്നെ തൊടാത്ത എന്റെ ഗർഭപാത്രത്തില് കുട്ടിയുണ്ടാകുമോ ജിബ്രീൽ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, അല്ലാഹുവിന് ഇതൊന്നും ആവശ്യമില്ല മറിയമേ, ഞാൻ വന്നിരിക്കുന്ന നിനക്ക് എന്ന മലക്ക് മറിയമിന്റെ ഗർഭപാത്രം കൊണ്ട് നോക്കിയിട്ട് ഒരു ഊത്ത് വെച്ചു കൊടുത്തു. ആ ഊത്തിനെ പറ്റിയാണ് അമേരിക്ക പറയുന്നത് ലേസർ ട്രീറ്റ്മെന്റ്. ജിബ്രീൽ അതേ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മറിയമിന്റെ ഗർഭപാത്രത്തിലേക്ക് ഒരു ലേസർ ചികിത്സ നടത്തി. അതാ ഒരു ഊത്ത് വെച്ചു കൊടുത്തു. ആ ഊത്തിന്റെ പരിണിത ഫലമായി അപ്പോഴേ മറിയമിന്റെ ഗർഭപാത്രം ഒന്ന് കെടുകിടുങ്ങി, കുട്ടി അവിടെ ഉത്ഭവിച്ചു. അങ്ങനെ കുട്ടിയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറയുന്നു, അപ്പോൾ ലോകത്ത് വാപ്പയില്ലാതെ കുട്ടി ജനിക്കുമെന്ന് 2000 കൊല്ലം മുമ്പ് ഖുർആൻ പറഞ്ഞപ്പോ അത് വിഡ്ഢിത്തരമാണെന്ന് പറഞ്ഞ ലോകം മുഴുവൻ ഇപ്പോ സമ്മതിക്കുന്നു. ഇസ്രായേലിലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ കുട്ടിയെ സൃഷ്ടിക്കാം. ഒരു തുള്ളി ബീജം വേണ്ട. ഏറ്റവും ലൈറ്റസ്റ്റ് ടെക്നോളജിയാണത്. അതുപോലെ പലതും നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? കോയമ്പത്തൂരിൽ കോവായി മെഡിക്കൽ സെന്ററിൽ 4 ഡോക്ടർമാർ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നു. അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഒരു ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ 2 ഡോക്ടർമാരിയിരിക്കുന്നു. കോയമ്പത്തൂരിൽ കോവായി മെഡിക്കൽ സെന്ററിൽ കിടക്കുന്ന രോഗിയെ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിലൂടെ കോയമ്പത്തൂരിൽ കിടക്കുന്ന രോഗിയെ ഓപ്പറേഷൻ ചെയ്യുന്ന ജാലവിദ്യ. അതെങ്ങനെ? അമേരിക്കൻ ഡോക്ടർ അയാളെ കത്രിക എടുത്തിട്ട് അവിടെ കുത്തിയാൽ ഇവിടെ കിടക്കുന്ന രോഗിയുടെ വയറ് കീറുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. ഇത് ജാലവിദ്യയും മൺകെട്ടും മുൻകെട്ടൊന്നല്ല, ഇത് ഖുർആന്റെ ഡിക്ലറേഷൻ, ഇത് ഖുർആനിന്റെ നേരത്തെയുള്ള പ്രഖ്യാപനമാണ്. ഞാനതാ പറഞ്ഞത്, ലോകത്തിന്റെ ഇൽമ് ഇസ്ലാമിന്റെ ഇൽമാണ്, അതിന്റെ ഉറവിടം ഖുർആനാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചൂരപ്പട്ടയിൽ എനിക്ക് പറയാനുള്ളത്, മദ്രസ, പള്ളി, മദ്രസകൾ തന്നെ ഉണ്ടായിക്കോട്ടെ, വിരോധമല്ല. 1, 2, 3, 4 ഉണ്ടായിക്കോട്ടെ, കുഴപ്പമുണ്ടാക്കാനാ മതി. പള്ളികൾ തന്നെ ഉണ്ടായിക്കോട്ടെ. എന്താ അത്ര ആളുകൾ സംസ്കരിക്കുമല്ലോ, അല്ലേ? ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മാന. മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള ഗുണപരമായ അഭിപ്രായ വ്യത്യാസം സമുദായത്തിന് ഖൈറാണ്. ഇപ്പൊ 4 മദ്ഹബിന്റെ ഇടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സമുദായത്തിന് കൊണ്ട് ദോഷമുണ്ട്. ഇപ്പൊ ഷാഫി മദ്ഹബിൽ ഓതു മുറിയുമ്പോ അനഫി മദ്ഹബിൽ ഓതു മുറിയാത്ത മസലുണ്ട് ചിലോട്.
നമ്മൾ ഹജ്ജിനൊക്കെ പോണ സമയത്ത് നമ്മുടെ ഉസ്താദന്മാര് ഷാഫി മദ്ഹബ് ആകാൻ വേണ്ടി നമ്മളെ ഹാജിമാരെ തഖ്ലീദ് ചെയ്യാൻ വേണ്ടി പറയും, പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഒരിക്കലും മുറിയാത്തൊരൊറ്റ ഉള്ളുവാ നമ്മുടെ ഉള്ളുവിന് ഉറപ്പ് കുറവാ, ഷാഫിയാക്കളുടെ ഉള്ളുവിന്. അവിടെ തൊടുമ്പോഴേക്കും ഷോക്കടിച്ച പോലെ ഫീസ് 3 ഊരി പോവും. പക്ഷേ ഹനഫിയാക്കളുടെ ഉളുവിന് 250 kV എന്നാണ് ലൈൻ കിട്ടുന്നത്. അതുകൊണ്ട് തൊടുമ്പോഴേക്കൊന്നും പോകില്ല, അതിന്റെ ഫീസ് കണ്ടാവൂല. അങ്ങനത്തെ ഉള്ളുവ, കുറച്ച് ടഫായ അങ്ങനെ തന്നെ എടുക്കുന്നത്. നമുക്ക് തലയുടെ ഇവിടെ ഒന്ന് തൊട്ട് ഒരു 3 മുടിയുടെ അടിയിലേക്ക് വെള്ളം ഒഴിക്കുക എത്തിയാൽ നമ്മുടെ തല തടയും. ഹനഫിയാക്കൾക്ക് അങ്ങനെ പോരാ, വോൾട്ടേജ് കൂടിയതുകൊണ്ട് ആകെ കഴിക്കണം. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മദ്ഹബിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സമുദായത്തിന് ഗുണകരമാവുകയാ ചെയ്തത്. അതൊരിക്കലും നിലയായിട്ടില്ല. അതുകൊണ്ട് 4 മദ്ഹബില് അവരെന്നെ നല്ലാണ്, പിന്നെപ്പോ ഞങ്ങള് അതല്ല. അകത്തി പോയിക്കൊട്ടുന്ന മദ്ഹബിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം കസേരയ്ക്ക് വേണ്ടിയല്ല. കസേര കിട്ടാനും അത് വലിയ കസേര കിട്ടിക്കൊണ്ട് മേൽ പവറാവാനല്ല. അവർ സമുദായത്തിന്റെ ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അഭിപ്രായ വ്യത്യാസമാണ്. എല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആക്ച്വലി അതിന്റെ മെറിറ്റ് അതിന്റെ അവസാനം ഒന്നിലേക്ക് മടങ്ങുന്നതായി കാണാം. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയല്ല സുഹൃത്തുക്കളെ, ഈ ചൂരപ്പട്ടയിൽ നിങ്ങൾ ഖുർആൻ റിസർച്ച് ആൻഡ് സ്റ്റഡി സെന്റർ ഉണ്ടാക്കണം. ഖുർആനിനെ മുൻനിർത്തി ഖുർആൻ പഠിപ്പിച്ച് ഖുർആനിൽ നിന്നുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് ഖുർആനിന്റെ മെജോറിറ്റി ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്യുന്ന സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ടാവണം. അത് നമുക്കില്ലാത്ത സ്ഥാപനം. നമ്മൾ ഖുർആൻ ഹിഫ്ള് ഖുർആൻ നടക്കുന്നുണ്ട്, അത് അങ്ങനെയാണ് പഠിക്കുക. ഹിഫ്ള് ഖുർആൻ ഉണ്ടാവില്ല, പക്ഷെ അവനോട് ചോദിച്ചാലില്ല ഒരു വിവരം ഉണ്ടാവില്ല. അങ്ങനെ അതിന്റെ കോപ്പി റൈറ്റ് പ്രകാരം അങ്ങോട്ട് പഠിച്ചു വെച്ചിരിക്കും. ഓരോ ആയത്തിനെ സംബന്ധിച്ചും സ്റ്റഡി ചെയ്ത് അതിന്റെ ശാസ്ത്രമുണ്ട്, അതിലുള്ള സാഹിത്യമുണ്ട്. അത് നമ്മളോട് ഉത്ബോധിക്കുന്ന കാര്യമുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഈ നൂറ്റാണ്ടിൽ നമുക്ക് എന്തൊക്കെ ലോകത്ത് കണ്ടുപിടിക്കാം. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഖുർആൻ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കണം. അതിന് SSFന്റെ പ്രവർത്തകന്മാരെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. ആ സംഘടനയെ നിങ്ങൾ സഹായിക്കണം. ആ സംഘടനയുടെ പിന്നിൽ നിങ്ങൾ അണിചേരണം. ഇതിനാണ് SSF പ്രവർത്തിക്കുന്നത്. ഇപ്പോ പലിശക്കെതിരെ, ചൂതാട്ടത്തിനെതിരെ നടത്തുന്ന ഒരു സംഘടിത ശ്രമം നടത്തുന്നത് SSFകാരാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ലാതെ പലിശ, ചൂതാട്ടം, കള്ള് എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ്. ലോട്ടറി കേരള ഗവൺമെന്റിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് നോക്കാനാ. തമിഴ്നാട്ടിൽ ഞാൻ അടുത്ത ദിവസം കോയമ്പത്തൂർ അതിന് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദേ ഇങ്ങോട്ട് നോക്കിക്കോളി, ഇവിടെ നിങ്ങട് ഈ വാളയാറ് ഈ പാലങ്ങോട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കോളി, ഒരൊറ്റ ലോട്ടറി പോലും തമിഴ്നാട്ടിലില്ല. തമിഴ്നാട്ടിൽ ഒരൊറ്റ ലോട്ടറി ഇല്ല, കുയിലുമില്ല, കയ്യിലുമില്ല, എടാ സിക്കിമില്ല, ബർമയില്ല. ലോട്ടറി ഇല്ലാഞ്ഞിട്ട് പോലും റവന്യൂ ഇൻകത്തിൽ കേരളത്തിന്റെ 10 ഇരട്ടി ഇൻകം ഉണ്ടാക്കാൻ തമിഴ്നാടിന് സാധിക്കുന്നുവെങ്കിൽ വരുമാനത്തിന്റെ പേര് പറഞ്ഞ് ലോട്ടറിയെ ന്യായീകരിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഭരണാധികാരികൾ പിന്തിരിയണമെന്ന് ഈ സമയത്ത് തമിഴ്നാടിനെ ഉദാഹരിച്ചുകൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നല്ലൊരു മുദ്രാവാക്യം ഇറങ്ങിയിരിക്കുക SSFന്റെ കുട്ടികൾ എല്ലാവർക്കും ഗുണ. ലോട്ടറി കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തോര് എത്രയാ? 50 ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു സ്വപ്നം കണ്ടുപോകുക, അതിന് കിട്ടിയിട്ട് വേണം മെർസിഡീസ് വാങ്ങിക്കുന്ന കറകാജിട്ട് പോയിട്ട് നോക്കുമ്പോ അന്നത്തെ ആകെയുള്ള കൂലി 50 ഉറുപ്പ്യ പോയി. കുടുംബത്തിൽ അരി പഠിക്കാൻ കാശില്ല, വേഗം പോയിട്ട് ട്രെയിനിന് തലച്ചു കാറ്റ് പോയി. എത്ര കുടുംബങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാരാഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നല്ലൊരു മുദ്രാവാക്യമായിരുന്നു. അതുപോലെ ഏറ്റവും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച സംഘടനയെ നമ്മുടെ SSF. ഒരുപാട് പറയാം. ഈ പാൻമസാലകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് കെട്ടിച്ചത് SSFന്റെ പ്രവർത്തനപരമായിട്ടല്ലേ. പാൻമസാലക്കെതിരെ ആദ്യത്തെ സമരം നടത്തിയത് SSF. നമ്മൾ പലപ്പോഴും പോകാറുണ്ട്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് അഡ്വാൻറ്റേജ് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ. എന്ന് പറഞ്ഞാൽ ഏത് കാര്യം ആദ്യം കൊണ്ടുവരിക ജമാഅത്തെ ഇസ്ലാമിയാണ്, അത് കണ്ടിട്ടാണ് പിന്നെ സുന്നികൾ പഠിക്കുന്നത്. ഏത് കാലം കഴിഞ്ഞു പോയി, അത് പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സുന്നികൾ കൂടുന്നത് ജമാഅത്തെ ഇസ്ലാമി രണ്ടാമത് ചെയ്യാ. ഞാൻ ചോദിക്കുന്നു, പണ്ടോ സോളിഡാരിറ്റി എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന അവരിപ്പോ ഏറ്റുപിടിച്ചിരിക്കുന്നത് പാൻമസാലകൾക്കെതിരെ എന്ന പ്രമേയമാണ്. ഈ പ്രമേയം മതരംഗത്ത് ആദ്യം പ്രാവർത്തികമാക്കിയ സംഘടനയാണ് SSF. അല്ലാന്ന് പറയാൻ പറ്റൂ?
നൂറുകണക്കിന് പഞ്ചായത്തുകളിൽ അത് നിരോധിക്കപ്പെട്ടു. പക്ഷേ ഇന്ത്യയിൽ അത് നിയമപ്രകാരം നിരോധിക്കാൻ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നില്ല. പാർലമെന്റിൽ നിയമം ഭേദഗതി ചെയ്ത് നിയമം റൂൾ കൊണ്ടുവരണം. അല്ലാത്ത കാലം വരെ ഈ പാൻ മസാല നിരോധിക്കാൻ സാധ്യമല്ല. പക്ഷേ തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ റേഞ്ചിന്റെ ഉള്ളിൽ നിരോധിക്കപ്പെടാവുന്നതേ ഉള്ളൂ. SSFന്റെ സമപ്രവർത്തന ഫലമായി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ബോധവൽക്കരിച്ചു. പല പഞ്ചായത്തുകളിലും നിരോധിച്ചു. പാൻ മസാല എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. നിങ്ങൾ പത്രം വായിച്ചില്ലേ? ബക്രീദ് മുതൽ ക്രിസ്തുമസ് വരെ കേരളത്തിൽ കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്ക് ബീവറേജ് കോർപ്പറേഷൻ നിരത്തുന്നത് 40 കോടി. വായിച്ചോ? ബക്രീദ് മുതൽ നിങ്ങൾ വായിച്ചോക്കണം. ബക്രീദിന് ആരാ മദ്യം കുടിക്കുക? നായരും നമ്പൂരിയല്ല, സാലിഹായ ബ്രാൻഡി കുടിക്കുന്ന ആൾക്കാർ കേട്ടോ. ബക്രീദ് മുതൽ ഡിസംബർ വരെ ക്രിസ്മസ് വരെ 40 കോടിയുടെ മദ്യം കേരളത്തിൽ കുടിച്ചു വച്ചിട്ടെങ്കിൽ നമ്മുടെയൊക്കെ കാശുകൾ ആ വഴിക്ക് വല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന തലമുറ മദ്യത്തിന്റെ അഡിക്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിൽ ഏറ്റവും ശക്തമായ മദ്യമാണ് പാൻ മസാലകൾ. നഊദു ബില്ലാഹ്. അത് കരിക്ക് വായിൽ വെക്കുന്നവന് ക്യാൻസർ എന്ന് ഉറപ്പാണെന്നാണ് ആർക്കിയോളജിക്ക് ഇവിടുത്തെ സയന്റിസ്റ്റുമാർ പറയുന്നത്. അതുകൊണ്ട് ആ പ്രമേയവുമായി മുദ്രാവാക്യവുമായി രംഗത്ത് വന്ന സംഘടനയാണ് SSF. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണത്, അല്ലാതെ രാഷ്ട്രീയം നടത്തുന്ന സംഘടനയല്ല, സമുദായത്തിൽ ചേരിതിരിവുണ്ടാക്കുന്ന സംഘടനയല്ല. ആലിമീങ്ങളെ ബഹുമാനിക്കാനും സയ്യിദന്മാരെ ബഹുമാനിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെ അംഗീകരിപ്പിക്കാനും ഈ സംഘടന പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയുകയാണ്, ലോകം എത്ര പുരോഗതി കൈവരിക്കട്ടെ, അവസാന ദിവസമെന്ന് പറയുന്ന ഖിയാമത്ത് നാളുണ്ട് എന്ന് അമേരിക്കൻ ബുദ്ധിജീവിയായ സ്റ്റീഫൻ ഹോക്കിംഗ് വരെ സമ്മതിച്ച കാലത്ത് അവസാന നാളിന്റെ മുമ്പിലേക്ക് വരുന്ന ലക്ഷണങ്ങളൊക്കെയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വാതിന് വന്നപ്പോഴും ഓടിപ്പോയിട്ടുണ്ട്. തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ്. ആ ഹദീസിന്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല സുഹൃത്തുക്കളെ. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിലേക്ക് നോക്കിയാൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഖിയാമത്ത് നാളൊരു വെളിപ്പാടകല വന്നാൽ 15 അടയാളം നിങ്ങളുടെ കണ്ണിൽ കാണൂ. ആ 15 അടയാളം നിങ്ങളുടെ കണ്ണിലങ്ങ് കണ്ടാൽ പിന്നെ ലോകാവസാനത്തിന് കൈകൊണ്ട് ദിവസം എണ്ണിക്കോ. ഒന്നാമത് റസൂലുള്ള പറഞ്ഞത് പൊതുഖജനാവ് കട്ടിമുടിക്കുന്ന ഭരണാധികാരികൾ രംഗത്ത് വരലാണ്. സുബ്ഹാനല്ലാഹ്, കണ്ണ് കാണുന്നതൊക്കെ അതിന്റെ വാർത്തകളെ. 1000 കോടി കട്ടവൻ, 10,000 കോടി കട്ടവൻ, 5000 കോടി കട്ടവൻ, പഞ്ചായത്ത് മെമ്പർ മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി വരെ അഴിമതി പട്ടികയിൽ നിൽക്കപ്പെടുന്ന യുഗത്തില് ആരാണ് കളവ് നടത്താത്ത പൊതുപ്രവർത്തകൻ? യത്തീംഖാനയുടെ സെക്രട്ടറി മുതൽ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി മുതൽ ദേവസ്വം ബോർഡിന്റെ അരവണ വരെ അഴിമതിയുടെ കുംഭകോണങ്ങളിൽ വാർത്താ പ്രാധാന്യങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖിയാമത്തിന്റെ ലക്ഷണോ ഇത് പൊതുഖജനാവ് കട്ടുമുടിക്കുന്ന ഭരണാധികാരികള് നിങ്ങളുടെ കണ്ണിൽ കണ്ടാൽ ഖിയാമത്തിന് ദിവസം കുറിച്ചോ. രണ്ടാമത് റസൂലുള്ള പറയുന്നു, വൽ അമാനത്തു മഗ്നമാ. ലോകത്ത് ഒരാളെയും വിശ്വസിച്ചു ഒരു കാര്യം ഏൽപ്പിക്കാനോ വിശ്വാസത്തിന് മുഖവിലക്കെടുക്കാനും പറ്റാത്ത കാലം വരലാണ്. സുബ്ഹാനല്ലാഹ്, ദിവസം പത്രം വായിക്കുമ്പോ കാണുന്നത് എന്താണ്? കണ്ണൂർ ഇരട്ടിയില് സ്വന്തം അച്ഛൻ പോയി മകളെ 3 വട്ടം ഗർഭിണിയാക്കിയെങ്കിൽ ഈ അടുത്ത ദിവസം തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി 18 കൊല്ലത്തെ തടവിന് ശിക്ഷിച്ചൊരു മുസ്ലിം ബാപ്പാനെയാണ് മകളെ 3 വട്ടം ഗർഭിണിയാക്കി. ഉമ്മയും മകനും കൂടി ലൈംഗിക ബന്ധം പുലർത്തുന്നത് കണ്ട് കയറിച്ചെന്ന പിതാവ് കയ്യിലുള്ള പിസ്റ്റൂൾ എടുത്തുകൊണ്ട് രണ്ടാളെയും വെടിവെച്ചു കൊണ്ടുവന്ന യുപിയിലെ കഥ വായിച്ചില്ലേ പത്രങ്ങളില്? സ്വന്തം ഉമ്മാടെ കൂടെ മകനെ കെടുത്താൻ ധൈര്യമുണ്ടോ ഈ ലോകത്ത്? വാപ്പാടെ കൂടെ മകളെ പറഞ്ഞുവിടാൻ ധൈര്യമുണ്ടോ ലോകത്ത്? റസൂലുള്ള പറയുന്നു, ഒരാളെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം വരുന്നതാണ്. മൂന്നാമത്തെ അടയാളം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? വസ്സക്കാത്തു മഗ്റമാ. മുതലാളിമാര് ശരിക്ക് സക്കാത്ത് കൊടുക്കാതെ പാപങ്ങൾ നശിച്ചു പോണ കാലം വരുമെന്ന് കാല റസൂലുള്ളാഹി.
നമ്മൾ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് വായിച്ചില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായി റിലയൻസിന്റെ മുതലാളി അംബാനിയെ തെരഞ്ഞെടുത്തപ്പോൾ അയാളുടെ ആസ്തി എത്രയായിരുന്നു? 25,000 കോടി അമേരിക്കൻ ഡോളറാണ്. 25,000 കോടി അമേരിക്കൻ ഡോളർ റിലയൻസിന്റെ മുതലാളി അംബാനിയുടെ ആസ്തിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് എവിടുന്നുണ്ടാക്കിയതാണ്? അയാളെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് അയാൾ ഉമ്മയുടെ ഗർഭപാത്രത്തുനിന്ന് സൂട്ട് കേസിൽ നിറച്ച് ഡോളറും പിടിച്ച് ഇറങ്ങി വന്നവനല്ല. ഉമ്മയുടെ ഗർഭപാത്രത്തുനിന്ന് അംബാനിമാരും ടാറ്റമാലും ബിർളമാരും ഒക്കെ വരുമ്പോ അതേ മടക്കി പിടിച്ച കൈകളുമായി ഇറങ്ങി വന്നവരാണ്. കാശിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഈ ഭൂമിയിൽ വന്നങ്ങ് വരണ്ടി കൂട്ടിവെച്ചതാ. പാവങ്ങൾക്ക് ശരിക്ക് സക്കാത്ത് കൊടുക്കാതെ പാവങ്ങളുടെ ഹക്ക് മുതലാക്കി കളഞ്ഞു. ശരിക്കൊരു സക്കാത്ത് കൂടെ കൊടുത്തിരുന്നെങ്കിൽ റിലയൻസിന്റെ മുതലാളി അംബാനി എങ്ങാനും 2.5% സക്കാത്ത് കൊടുത്താൽ ഈ കേരളത്തിൽ പിന്നെ വയനാട്ടിൽ ഒരാളും ചാവില്ല. എന്താ സംഭവം എന്നറിയാം? അയാളിപ്പോ ഒരു വീടുണ്ടാക്കണമെങ്കിൽ പത്രത്തിൽ വായിച്ചില്ലേ? 17 നില, 7 നില ഭൂമിയുടെ പാതാളത്തിലേക്കും 10 നില മേപ്പെട്ടു, 6 നില കാർ പാർക്കിംഗ് മാത്രം. കാർ പാർക്ക് ചെയ്യാൻ, ഗസ്റ്റുകൾക്ക് കാർ പാർക്ക് ചെയ്യാൻ 6 നില. വീട്ടുവേലക്കാർക്ക് താമസിക്കാൻ മാത്രം 2 നില. വീട്ടിലുള്ള ഈ സർവന്റുകളുണ്ടല്ലോ, വേലക്കാര്, അവർക്ക് താമസിക്കാൻ മാത്രം 2 നില. വീടിന് കുറച്ച് പൈസ ചെലവുള്ളൂ. 4,000 കോടി അമേരിക്കൻ ഡോളർ. കുറച്ച് പൈസയുള്ളൂ അല്ലേ? ചെറിയ പൈസയുള്ളൂ. കേരളത്തിൽ ഒരു 3-4 ജില്ലയ്ക്ക് വേണമെങ്കിൽ വിലക്ക് വയ്ക്കാം. അത്രയും പൈസ ചെലവഴിക്കേണ്ട ഒരാള് 30% ആളുകളും പട്ടിണി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയ ഒരു ബൂർഷ്വാസി വീടുണ്ടാക്കുമ്പോ ജനാധിപത്യ നിയമം അതിനെ നേരെ നോക്കി കൊഞ്ഞനം കാട്ടുക. ഒരു ഉടുതുണിയില്ലാതെ മെഡിക്കൽ കോളേജിൽ അടുത്ത ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? പുളിയെടുപ്പ് വന്ന് മൂക്കിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു പാരസെറ്റമോൾ ഗുളിക വാങ്ങിച്ചു കഴിക്കാൻ കാശില്ലാതെ ജീവച്ഛവമായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ കോലം നിങ്ങൾ പത്രത്തിൽ കാണുമ്പോ അംബാനി ഇവിടെ 17 നിലയിൽ വീടുണ്ടാക്കുമ്പോ എവിടെ നിന്നുണ്ടാക്കിയതായി പണമൊക്കെ ഇവൻ കുഞ്ഞാവിൽ വന്ന് അധ്വാനിച്ചുണ്ടാക്കിയെന്ന് പറയാം. അധ്വാനിച്ചുണ്ടാക്കി അതിന് ഇൻകം ടാക്സും സെയിൽ ടാക്സ് കൊടുക്കണ്ടേ? ഇതിന് പേഴ്സന്റേജ് സക്കാത്ത് കൊടുക്കണ്ടേ? ആരുടെ ഈ ഭൂമി? ആരുടെ ഈ ഭൂമി? അള്ളാടെ ഭൂമി. എവിടുന്നാ ഇയാൾക്ക് കിട്ടുന്ന വായു? അള്ളാടെ വായു. എവിടുന്നാ ഈ വെള്ളം? അള്ളാടെ വെള്ളം. ഇതിനാർക്ക് കൊടുക്കണം ഇതിന്റെ പേയ്മെന്റ്? അള്ളാന്റെ ഭൂമിയിൽ, അള്ളാന്റെ വായുവിൽ, അള്ളാന്റെ വെള്ളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ അടിമകൾക്ക് സഹായിച്ചേ പറ്റൂ. നിർബന്ധമാണത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മാനുഷികതയുടെ മാനവികതയുടെ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. നമ്മൾ വാലിന്റെ സദസ്സാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മുതലാളിമാര് ശരിക്ക് സക്കാത്ത് കൊടുക്കാതെ പാവങ്ങൾ മരിക്കുന്ന കാലം വരും. കണ്ണ് കാണാണ്. 4ാമത് റസൂലുള്ള പറയുന്നു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലാതെ അറിവ് പ്രചരിപ്പിക്കപ്പെടുന്ന കാലം വരും. അതിനൊക്കെ എക്സ്പ്ലാനേഷൻ, വിശദീകരണത്തിന് പോണില്ല, അറിയാവുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അടുത്തടയാളം ഉമ്മാനെ മക്കള് ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തു. വാദിന് സ്വദീഖഹു, ചങ്ങാതിമാർക്ക് വലിയ വലിയ സ്ഥാനം ലഭിക്കും. വാപ്പാന വീടുകളിൽ നിന്ന് അടിച്ചു പുറന്തള്ളും. ഈ കഴിഞ്ഞ റമദാൻ മാസം 22ാമത്തെ ദിവസത്തിന്റെ രാത്രി കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സുഹൃത്തുക്കളെ, കാഞ്ഞങ്ങാടിനിപ്പുറം നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് രാത്രി 2 മണിയായ സമയത്ത് മംഗലാപുരത്തിൽ നിന്ന് മൂടിക്കെട്ടിയ ഒരു വാഗൻ വാന് വന്ന് നടു റോഡിൽ ബ്രാക്കറ്റ് നിർത്തിയിട്ട് അതിന്റെ ടാർപ്പാളിനങ്ങ് പൊന്തിച്ചിട്ട് കുറെ ആളുകൾ അതിന്റെ ഉള്ളിലേക്കങ്ങ് കയറിയിട്ട് നാൽക്കാലികളെ വലിച്ചെറിയുന്നത് പോലെ അതിന്റെ അകത്തുനിന്ന് കുറെ മനുഷ്യരെ എടുത്ത് റോട്ടിലേക്ക് പിടിച്ചിട്ടു. ആളുകൾ അന്ന് കണ്ടാളിച്ചു നിന്നുപോയി. ജനങ്ങളെ പിടിച്ച് റോഡിന്റെ നടുവിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയാണ്. അവസാനം ആ വേഗൻ വന്ന വഴിക്ക് തന്നെ മംഗലാപുരത്തേക്ക് തിരിച്ചുപോയി. നേരം വിളക്കുമ്പോ പത്രങ്ങളിൽ കണ്ടത് 200 ചില്ലാനം വരുന്ന വൃദ്ധന്മാരും വൃദ്ധകളും അനാഥകളായി അതേ നീലേശ്വരങ്ങാടിയില് പട്ടികളേക്കാൾ മോശമായി ഇച്ചിലുകൾ ഭക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു.
ഇവരാരും വെറുതെ പാറന്റെ മുകളിൽ പൊടിഞ്ഞുണ്ടായതല്ല. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ പ്രസവിച്ച തള്ളമാരാണവർ. വലിയ വലിയ മക്കൾക്ക് ജന്മം നൽകിയ വാപ്പമാരാണവർ. വയസ്സായ സമയത്ത് വാപ്പമാരെ ഉമ്മമാരെ കൊണ്ടുവന്ന് നീലേശ്വരത്ത് വലിച്ചെറിയുന്നത് മംഗലാപുരത്തെയും കാസർകോട്ടെയും പുതിയ ജനറേഷനാണെങ്കിൽ ഖിയാമത്ത് നാൾ നമ്മുടെ പടിവാതിക്കലെത്തി. റസൂലുള്ള പറയുന്നു, പാപ്പമാര് വീട്ടിൽ നിന്ന് മക്കൾ ചവിട്ടി പുറന്തല്ലോ, ഉമ്മാനെ തരം താഴ്ത്തോ, ചങ്ങാതിമാർക്ക് വലിയ പരിഗണന കൊടുക്കും. പോരാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വല്ലഹറത്തിൽ അസ്വാത്ത് ഫിൽ മസാജിദ്, സകല പള്ളികളിലും തർക്കം തുടങ്ങി വെക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രാദേശിക തലം മുതൽ അന്താരാഷ്ട്ര തലം വരെ പള്ളിയായ പള്ളിയിലൊക്കെ കുഴപ്പമാണ്. ഗ്രൂപ്പ് മുതൽ, ചേരി മുതൽ, രാഷ്ട്രീയം മുതൽ, അതേ വർഗീയത മുതൽ, ഭീകരവാദം മുതൽ നമ്മുടെ പള്ളികളൊക്കെ ഭീഷണിയുടെ നേരിലാണ്. 10,000 പള്ളികളാണ് കാശ്മീരിൽ ഗവൺമെന്റ് പൂട്ടി സീല് വെച്ചിരിക്കുന്നതെങ്കിൽ 1000 ചില്ലാനം പള്ളികളാണ് ഡൽഹിയിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പൂട്ടി സീല് വെച്ചിരിക്കുന്നതെങ്കിൽ അതേ ബൈത്തുൽ മുഖദ്ദസിന്റെ അടിഭാഗത്തുനിന്ന് സുലൈമാൻ നബിയുടെ മീസാങ്കല്ല് പിഴുതെറിഞ്ഞു. ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങൾ. ആ പള്ളിയുടെ നായകനായ സുലൈമാൻ നബിയുടെ മീസാങ്കല്ല് അവിടുന്ന് പിഴുതെറിഞ്ഞു യഹൂദികള്. യൂസുഫ് നബിയുടെ ഖബർ അവിടുന്ന് തട്ടി നിരപ്പാക്കി യഹൂദികള്. മുസ്ലിമീങ്ങളെ നിസ്കരിക്കുന്ന സ്ഥലം മുഴുവൻ ബുൾഡോസർ കൊണ്ടുവന്ന് മാന്തിക്കളഞ്ഞു. 3 പള്ളികളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ അവസ്ഥ ആണെങ്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വിശുദ്ധ മക്ക, ആ മക്കയിലുള്ള വിശുദ്ധ കഅബ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, മനുഷ്യൻ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യം അല്ലാഹു നിർമ്മിച്ച ഭവനമായ കഅബ, ആദ്യത്തെ പള്ളി അതാണ്, ആദ്യത്തെ ആരാധനാലയം അതാണ്. ആ കഅബയുടെ മൂലയിലിരിക്കുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിനെ പറ്റി ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഉറുദു പത്രം എഴുതുകയുണ്ടായി. ആ മൂലയിലിരിക്കുന്ന ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഹജറുൽ അസ്വദ് അത് ശിവലിംഗമാണ്. അതുകൊണ്ട് ആ അത്യാകർഷണ ശക്തിയുള്ള ശിവലിംഗം അവിടുന്ന് എടുത്തുകൊണ്ടുവരാത്ത കാലം വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം വന്ന ഈ കാലത്ത് വിശുദ്ധ കഅബയും ഹജറുൽ അസ്വദും വരെ ഭീഷണിയുടെ നേരിലാണ്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് ഹസ്രത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലേക്ക് 620 ഹിജ്റ 620 നബി തങ്ങളുടെ റൗളയുടെ ഉള്ളിലേക്ക്, ഖബറിന്റെ ഉള്ളിലേക്ക് തുരങ്കമുണ്ടാക്കി. 2 യഹൂദികളായ ക്രിസ്ത്യരായ ജൂതന്മാര് നബി തങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ കടന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം കൊണ്ടുപോയി കത്തിച്ചു കളയാൻ ഒരു വിഫല ശ്രമം നടത്തിയപ്പോ മുഅ്ജിസത്ത് കൊണ്ട് റസൂലുള്ള സ്വപ്നം കാണിച്ചു. അക്കാലത്തെ മദീനയിലെ രാജാവിന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയുന്ന രാജാവ് പ്രധാനമന്ത്രിയെ വിളിച്ചൊരു സ്പെഷ്യൽ ബോർഡ് രൂപീകരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കാൻ വേണ്ടി വന്ന യഹൂദികളെ കയ്യോടെ അറസ്റ്റ് ചെയ്തു ഹറമിന്റെ പുറത്ത് കൊണ്ടുപോയി അവരുടെ തല വെട്ടിക്കളഞ്ഞു. ഈ സംഭവത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ 4 ഭാഗം ആഴോട്ട് ഇറക്കി വാങ്ങിയിട്ട് ഈയം, പിച്ചള, ചെമ്പ് തുടങ്ങിയ 3 ലോഹങ്ങൾ സമ്മിശ്രമായി ഉരുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ റൗളയുടെ കീഴ്പ്പെട്ടത് ഒരു ലോഹമതിലുണ്ടാക്കിയിട്ട് ഒരു ഉറുമ്പിന് പോലും റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ഉരുക്ക് വലയോ നബി തങ്ങളുടെ ഖബറിന്റെ 4 ഭാഗം ഭൂമിയുടെ അടിഭാഗത്ത് ഉണ്ടാക്കി വെക്കേണ്ട അവസ്ഥ മുസ്ലിങ്ങൾക്ക് വന്നു. മദീനയിൽ ഭീഷണിയാൽ, മക്കയിൽ ഭീഷണിയാൽ, ബൈത്തുൽ മുഖദ്ദസ് ഭീഷണിയിലാൽ, ലോകത്തിലുള്ള സകല പള്ളികളിലും തർക്കം വരുമെന്ന കാല റസൂലുള്ളാഹ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അതേ വസാദൽ ഖബീലത ഫാസിഖും, ഒരു നാട്ടിൽ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നവര് ആ നാട്ടിലെ 1ാം നമ്പർ ക്രിമിനലിന് ജനങ്ങൾ നേതാവാക്കി വെക്കുമെന്നതിന്റെ തെളിവല്ലേ. 2500ഓളം മുസ്ലിങ്ങളെ ചുട്ടുകൊലപ്പെടുത്തിയിട്ട് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ് യാചിച്ചു നിൽക്കുന്ന കുത്തബ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് തൃശൂലം കുത്തിക്കൊലപ്പെടുത്തിയ
നടത്തിയ ബീഹാറിലെ അതേ ഗുജറാത്തിന്റെ കഥ പറയുന്ന നരേന്ദ്രമോദി റെക്കോർഡ് ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്നത് റസൂലുള്ള പറയുന്നു ഖിയാമത്തിന്റെ ലക്ഷണമാണ് വസാദൽ ഖബീലത ഫാസിഖോ. ഒരു നാട്ടിലെ തമ്മാടികളെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരം കൊടുക്കുന്ന കാലം വന്നാലോ ഖിയാമത്ത് നാളിന് ഡേറ്റ് കുറിച്ചിട്ടോ ഖാല റസൂലുള്ളാഹി. നരേന്ദ്രമോദിയുടെ തിരിച്ചുവരവ് ഖിയാമത്തിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നു. അല്ലെങ്കിൽ മൂക്ക് കീഴ്പ്പെട്ടുള്ളവർ ഈ കുരുത്തം കെട്ടവനെ വോട്ട് ചെയ്യോ? ഒരൊറ്റ മനുഷ്യൻ വോട്ട് ചെയ്യോ? കാരണം മനുഷ്യത്വത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു ഭരണം നടത്തിയിട്ട് എന്ത് മണ്ണാങ്കട്ട പുരോഗതിയാ അവിടെ ഉണ്ടാക്കിയത് ഗുജറാത്തില്. എന്താ അവിടെ ഉണ്ടായത് ഗുജറാത്തില്? അമേരിക്കയിൽ ഇല്ലെന്ന പുരോഗതി ഉണ്ടായി. 3 കക്കൂസും 4 തോടും ഉണ്ടായി എന്ന് വെച്ചാൽ പുരോഗതിയാണോ? മനുഷ്യന്റെ സുരക്ഷിതത്വമല്ലേ ഏറ്റവും വലിയ പുരോഗതി. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഖിയാമത്തിന്റെ അടുത്തടയാളം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അതേ വഅതാ അർറജുലും റഅതഹു. ഭാര്യനെ ഭയപ്പെട്ടുകൊണ്ട് ഭർത്താവ് മിണ്ടാതിരിക്കേണ്ട കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. സ്ത്രീകൾക്കെതിരെ ഒരു അക്ഷരം പറയാനുള്ള അവസരം കിട്ടില്ല. അക്ഷരം പറയണമെന്നല്ല പറയുന്നത്, പെണ്ണുങ്ങൾക്കെതിരെ അങ്ങനെ പറയാനൊന്നും പാടില്ല. പക്ഷേ ഭാര്യമാര് ഭർത്താക്കന്മാരെ കീഴിൽ നിൽക്കാത്ത കാലം വരും. അവര് പറയും ഞങ്ങളും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം, നിങ്ങളാണ് ഞങ്ങൾ പെണ്ണ്. അതുകൊണ്ട് നമ്മളെല്ലാരും സ്വന്തം ബോധമുള്ളവരാണ്. സംഘടനാ പ്രവർത്തകർ, സ്ത്രീകൾ പരസ്യമായി രംഗത്ത് വരും. അതിനെ അംഗീകരിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും. പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് സുരക്ഷിതത്വം പോരാ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തവർ മതാധ്യക്ഷന്മാരാണെന്നാ പറയുന്നത്. മതാധ്യക്ഷന്മാരാണ് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തതെന്ന്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകണ്ട. ഒരുപാട് വാഴ്ന്നു പറയേണ്ടി വരും പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോൾ. അതൊരു വലിയ സബ്ജക്റ്റുമാണ്, ദീർഘമായി പറയേണ്ട ഒരു വിഷയമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കണം, മതത്തിന്റെ കീഴിലാണ് പെണ്ണിന് ഏറ്റവും അധികം സുരക്ഷിതത്വമുള്ളത്. വിശിഷ്യ ഇസ്ലാം മതത്തിന്റെ കീഴിൽ പെണ്ണ് സുരക്ഷിതത്വയാണ്. അവൾക്ക് എവിടെയും യാതൊരുവിധ ഭീഷണിയും ഉണ്ടാവില്ല. പക്ഷെ അവൾ ഇസ്ലാം മതം കുറച്ച് കാര്യങ്ങൾ അവരോട് നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, മതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ല. ശരീരം മറക്കണമെന്ന് പറഞ്ഞത് മതത്തിന് വേണ്ടിയല്ല, അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അവൾക്ക് സ്വത്താവകാശം കൊടുത്തു, അവർക്ക് ജീവിക്കാൻ അവകാശം കൊടുത്തു, അവരുടെ അഭിമാനം കൊടുത്തു, ജീവനോടെ കുഴിച്ചുകൂടി എന്നവളെ മനുഷ്യനാക്കി തീർത്തു. മെൻസസുള്ള പെണ്ണിനെ പടിയുടെ പുറത്തു നിർത്തിയിരുന്ന ആ വിവരമില്ലാത്ത സംസ്കാരത്തിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിന്, ഹൈലുള്ള പെണ്ണിനെ വീട്ടിൽ കയറാൻ പാടില്ല എന്നായിരുന്നു ജാഹിലിയ്യ വിശ്വാസം. ഒരു പെണ്ണിന് മെൻസസ് ഉണ്ടായില്ലേ? ചുരപ്പട്ടയിൽ ഈ വാതി കേൾക്കാൻ വന്ന സ്ത്രീകളൊക്കെ ഇപ്പോ അശുദ്ധിയുള്ള സ്ത്രീകളായിക്കൊള്ളുന്നില്ല. വാതിന് വരുന്ന പെണ്ണിന്, മെൻസസ് ഉള്ള പെണ്ണിനും വാതി കേൾക്കാൻ വരാം. പ്രസവരക്തം മുറിയാത്തൊരു പെണ്ണിനും വേണമെങ്കിൽ വാതിന്റെ സ്ഥലത്തിൽ വന്നിരിക്കാൻ വിരോധമില്ല. പക്ഷെ ഒരു കാലത്ത് പെണ്ണിന് മെൻസസ് ഉണ്ടായാൽ, അയിലുണ്ടായാൽ, ആ കാലത്തെ ജാഹിലിയ്യ കാലത്തെ വിശ്വാസം അവള് പിന്നെ ഭർത്താവിന്റെ വീട്ടിലെക്കാൻ പാടില്ല. മാസത്തിൽ മിനിമം 7 ദിവസം വീട്ടിന്റെ പുറത്ത് എവിടെ ഒരു പെരണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ചാളപ്പര. അതിലൊറ്റ ഭക്ഷണം ഒറ്റക്കുണ്ടാക്കുക, തിന്നോളോ കുടിച്ചോളോ, അവിടെ കിടന്നോളാം. 7 ദിവസമൊക്കെ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി ബ്ലീഡിംഗ് ഒക്കെ നിലച്ചാൽ പുതുവസ്ത്രമൊക്കെ ധരിച്ചിട്ടേ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ. അതുവരെ പടിയുടെ പുറത്ത് നായ പ്രസവിച്ചാൽ പോലും ഇന്ന് വലിയ കൂടികളിലേക്ക് വളർത്തുന്ന കാലത്ത് നായയുടെ ഫ്രീഡം പോലും മനുഷ്യന് കൊടുക്കാത്ത കാലമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടം. അതുകൊണ്ടാണല്ലോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് ആദ്യം മെൻസസ് ഉണ്ടായി. നബിതങ്ങള് തങ്ങളുമായി വീട്ടിൽ കൂടിയിട്ട് ഒരു ദിവസം ആയിഷ ബീവിക്ക് മെൻസസ് ഉണ്ടായി. 7ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 9ാമത്തെ വയസ്സിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് ആയിഷ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രവേശിച്ചു. ഒരു ദിവസം ആയിഷ ബീവിക്ക് മെൻസസ് ഉണ്ടായി. മെൻസസ് ഉണ്ടായപ്പോ ആയിഷയുടെ കയ്യും കാലൊക്കെ വറക്കാൻ തുടങ്ങി. പടച്ചോനെ, റസൂലുള്ളാഹി വരുമല്ലോ, ഭർത്താവ് വരുമ്പോ മെൻസസ് ഉള്ള ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ലല്ലോ, എന്ത് ചെയ്യും? നബിതങ്ങൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കും? റസൂലുള്ളാഹിക്ക് ആര് വെള്ളം കൊടുക്കും? എന്ത് ചെയ്യും എന്നറിയാതെ ആയിഷ നിനക്കട 9 വയസ്സുള്ള പ്രായമുള്ള പെണ്ണല്ലേ, വിഷമിച്ചു പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ അക്ഷരം മിണ്ടുന്നില്ല. നബിതങ്ങൾ വിളിക്കുന്നിടത്ത് ആയിഷ ബീവി വരണില്ല. റസൂലുള്ളാഹി തആല ആയിഷ എന്ന് പറയുമ്പോൾ ആയിഷ ബീവി പുറകോട്ടാ പോണത്.
റസൂലുള്ള വിചാരിച്ചു പിണങ്ങിപ്പോയോ പെണ്ണ്, ചെറിയ കൊച്ചല്ലേ, അതുകൊണ്ട് ചിലപ്പോ ഇവൾക്ക് ഈ പ്രായത്തിന്റെ കുറവ് കൊണ്ട് ഇവളെ എന്തെങ്കിലും എന്റെ വാക്കെന്ന് പടച്ചോനെ വല്ലതും അവൾക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ പറഞ്ഞതിൽ വല്ലതും റോങ്ങായി തെറ്റായി മനസ്സിലാക്കിയിട്ട് അവള് എന്നെ വെറുത്തോ. അള്ളാന്റെ റസൂല് വിളിച്ചു, ആയിഷ ഞാൻ ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അടുത്തുവാന്ന് പറയുമ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പുറകോട്ട് തന്നെ പോവാ. ആയിഷ ബീവി പുറകോട്ട് പോകുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് കയ്യങ്ങ് പിടിച്ചു ഭരിച്ചിട്ട് പറഞ്ഞു, എന്താ കാര്യമൊക്കെ പറയാം. ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയെ, നിങ്ങൾ ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ല, പിന്നെന്തിനാ ഞാൻ വിളിക്കുമ്പോ പിന്നോട്ട് പോണത്, ഒരു അക്ഷരം മിണ്ടണില്ലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മെൻസസിലുള്ള പെണ്ണാണ്, അറിഞ്ഞുകൂടെ? പെണ്ണുങ്ങൾക്ക് മാസത്തിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാവുന്നൊരു അസുഖാണല്ലോ. ഞാനിപ്പൊ മെൻസസ് ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, ഹൈലുണ്ട്, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്നെ തൊടാൻ പാടില്ല, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടില്ല, നിങ്ങളുടെ കൂടെ കടപ്പറയിൽ കിടക്കാൻ പാടില്ല, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഞാൻ നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് എന്റെ ബ്ലീഡിംഗ് മുറിയുന്നത് വരെ നിങ്ങൾ വീട്ടിൽ വേറെ, ഞാൻ വേറെ വീട്ടിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അതേ അന്ധകാരത്തിന് ചൂട്ടുപിടിച്ചപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തു മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ആയിഷാനെ വിളിച്ചുകൊണ്ട് പറയാ, ആയിഷ, ഒരു പെണ്ണിന് മെൻസസ് ഉള്ളപ്പോൾ ഒരിക്കലും അവള് ഭർത്താവിനെ ഒഴിവാക്കേണ്ടതില്ല. ഭാര്യ ഭർത്താക്കന്മാര് ഒന്നിച്ചു ഒരു രാത്രി ഒരു വിരിപ്പിൽ കിടന്നുറങ്ങാം. മെൻസസുള്ള പെണ്ണ് പാകം ചെയ്ത ഭക്ഷണം ഭർത്താവിന് ഭക്ഷിക്കാം, മറ്റുള്ളവർക്കും ജായിസാണ്. എന്നാൽ അരുതാത്ത ഒരു കാര്യമുണ്ട് ആയിഷ, മെൻസസുള്ള സമയത്ത്, രക്തമുള്ള സമയത്ത് അവളോട് ശാരീരിക ബന്ധം നടത്താൻ പാടില്ല. അഥവാ ആ പിരീഡിൽ ഒരു പുരുഷൻ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് മെൻസസുള്ള പെണ്ണിനൊരു കുട്ടി ജനിച്ചു പോയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ കുട്ടി അംഗവൈകല്യമുള്ള വികലാംഗനായി തീരും, അല്ലെങ്കിൽ മന്ദബുദ്ധിയായി ജനിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്കത് സാധ്യതയുണ്ട്. ഇപ്പോ ആധുനിക ബയോളജി അംഗീകരിച്ചിട്ടുണ്ട്. മെൻസസ് പീരീഡ് ഗർഭധാരണം ഉണ്ടാവാൻ സാധ്യത കുറവാണ്, മെൻസസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുള്ളൂ. എനിവേ ചിലപ്പൊക്കെ അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുന്നുണ്ടല്ലോ. എന്ന പോലെ ഞാനുണ്ടായാൽ ആ കുട്ടി മന്ദബുദ്ധിയും അംഗവൈകല്യമുള്ളവനുമാകുമെന്ന് ഖാല റസൂലുള്ളാഹ്. അപ്പൊ മെൻസസുള്ള സമയത്ത് സ്ത്രീയും പുരുഷനും നിഷിദ്ധമായത് ഇത് മാത്രമേ ഉള്ളൂ. ശാരീരികമായിട്ട് അവർ ബന്ധപ്പെടാൻ വേണ്ടി പാടില്ല. ഒരു പായെ കിടക്കാം, ഒന്ന് ചുറങ്ങാം, ഒരു വീട്ടിൽ താമസിക്കാം എന്ന് ലോകത്താറ്റം വിളംബരം ചെയ്തതാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ കിടക്കുന്നത്. ബിബി ആയിഷ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോ, ഖദീജ ബിയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോ, ഒഴിഞ്ഞ സമയങ്ങളിൽ വയലുകൾ വെച്ച്, ക്ലാസുകൾ വെച്ച് ആ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ഉമ്മമാര് കേൾക്കണം കേട്ടോ. മോനെ, സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം, കേൾക്കണം. ആയിഷ ബിയുടെയും ഖദീജ ബിയുടെയും നഫീസ ബിയുടെയും സൗദാ ബിയുടെയും അതുപോലെ തന്നെ മറ്റ് ബീവിമാരുടെയും ചരിത്രം ഇപ്പൊ നമ്മുടെ വായനയിൽ വരുന്നില്ല. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ ഈ ഇഖ്ലാസ് പോയി. ഇപ്പോ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ചരിത്രമൊന്നുമല്ല. ഞാനിപ്പോ അടുത്ത ദിവസം ഒരു വീട്ടിലേക്ക് വെറുതെ ഒന്ന് ടെലിഫോൺ ചെയ്തതാ, മഗ്‌രിബ് നിസ്കരിച്ചിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരു കുട്ടിയുടെ ചെന്നൊരു പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി. മോനെ, ഉമ്മ എവിടെടാ? ബാപ്പണ്ടോ ചോദിച്ചു. ബാപ്പല്ല, ബാപ്പ പുറത്ത് പോയിരിക്കാം. ഉമ്മണ്ടോ ചോദിച്ചു. ഉമ്മ ഉണ്ട്. എന്നാ ഉമ്മാടെ അടുത്ത് ഫോണൊന്ന് കൊടുക്കണ. അപ്പൊ ഈ കുട്ടി പറയുന്നത്, ഉസ്താദേ ഇപ്പോ വിളിക്കണ്ട, നിങ്ങള് ഒരു 9:30 മണി കഴിഞ്ഞിട്ട് വിളിക്കുക. അതെന്താടാ മോനെ, ഇപ്പൊ സമയം 7:30 ആയിട്ടുള്ളൂ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചാലേ ഉമ്മാനെ കിട്ടുള്ളൂ. അതുവരെ എന്തത്ര പണിയായി? അടുക്കളയിൽ വല്ല ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഉസ്താദ്, ആര് വിളിച്ചാലും എന്റെ ഉമ്മ ഫോണെടുക്കില്ല. ആഹാ, അതെന്താടോ അത്ര ദേഷ്യത്തിലാ? അതല്ല, ഇപ്പോ ഇന്ന് മറ്റേ ഡേഞ്ചർ സോണാണ്. ഇന്നല്ലേ എന്ത് ഡേഞ്ചർ സോൺ? സ്റ്റാർ സിഗ്നൽ 8-10 ആള് പുറത്തു പോകുന്ന ദിവസം 10 ആള് ഉള്ളിൽ കയറുന്ന ദിവസമാ. എന്റെ ഉമ്മക്ക് ഇപ്പൊ ഫോൺ ചെയ്തിട്ട് കാര്യമില്ല ഉസ്താദെ. ഇപ്പൊ എല്ലാവരും ഏഷ്യാനെറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, വാടാ ഫോണും തോന്തരികളുടെ ദീനും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക.
7 മണി മുതൽ 9:30 മണി വരെ ഏത് മുറിയിലേക്ക് ഫോൺ ചെയ്താലും സ്ത്രീകളൊക്കെ ചാനലുകളുടെ മുമ്പില് അഡിക്റ്റായി കൊണ്ടുപോകുന്ന ഒരു ദുരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ചാനലുകളോ മുഴുവൻ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് വേണ്ടാവൃത്തിയിലേക്ക് പുരുഷന്മാരെയും ചെറുപ്പക്കാരെയോ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് കാലാവസാനത്തിന്റെ ലക്ഷണമായി, ഖിയാമത്തിന്റെ 13ാമത്തെ അടയാളമായി റസൂലുള്ള എണ്ണിപ്പറയുന്നുണ്ട്. ഖിയാമത്ത് നാളായാൽ വലഹറത്തിൽ ഖൈലാ, പാട്ടുപാടുന്ന പെണ്ണുങ്ങള് ലോകത്ത് രംഗത്ത് ഇറങ്ങി വരുമെന്ന് കാല റസൂലുള്ളാഹ്. എവിടെ നോക്കിയാലും പെണ്ണിന്റെ പാട്ടും കൂത്തുമാണ്. പെണ്ണില്ലാത്ത പാട്ടില്ല, പെണ്ണ് നേതൃത്വം കൊടുക്കാത്ത ചാനലില്ല. അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ മാലിം മൗലിദും റാത്തീബും ഹദ്ദാദും കുതുബിയത്തൊക്കെ പഠിക്കുകയും ഖദീജയുടെ ചരിത്രം അറിയണം, നഫീസബിയുടെ ചരിത്രം അറിയണം, ആയിഷയുടെ ചരിത്രം അറിയണം. അതൊക്കെ നമ്മളെ വയലുകളിൽ നിന്ന് വരണം. ഇതിപ്പോ നമ്മള് പറയാൻ എനിക്ക് ആരോഗ്യം ജാനിട്ടുമല്ല, സമയത്തിന് കുറവല്ല, നിങ്ങളുടെ സമയം പരിഗണിക്കല്ലേ. 7 മണിക്ക് തുടങ്ങിയതാണല്ലോ, അപ്പൊ മണിക്കൂർ എത്രയായി? ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. കേട്ടോ. അത് തരും. ഫിൽമ് കേട്ടിട്ടാലോരിക്കും ഒരു ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുക്കുന്ന നിങ്ങളുടെ സമയത്തുനിന്ന്, വിലപ്പെട്ട സമയത്തുനിന്ന് അത് നിങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, ലോകാവസാനം കൈയിന്റെ വിരലുകൊണ്ട് എണ്ണാവുന്ന അത്ര അടുത്തിട്ടുണ്ട്. ഇനി ആരും ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. റസൂലുള്ള പറഞ്ഞു, ഏറ്റവും വലിയ തമ്മാടികളെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരം കൊടുക്കുന്നത് കണ്ടാൽ ഖിയാമത്ത് നാൾ ഉറപ്പിച്ചോ. ഹിമാചൽ പ്രദേശിലും മറ്റു തന്നെ പത്രം വായിച്ചില്ലേ? പോരെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തീർന്നില്ല. അടുത്ത ലക്ഷണോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഉക്രിമർ റജുലു മഖാഫത ശർഹി, ഒരാളെ പേടിച്ച് മറ്റാളൊക്കെ മുൻചോരൊക്കെ മിണ്ടാതിരിക്കേണ്ട കാലം വരും ഇവിടെ. ഒരാളുടെ പക്കൽ നിന്നുള്ള ഫിത്നയെ പേടിച്ച് ലോകത്തുള്ള ജനങ്ങളൊക്കെ മിണ്ടാതിരിക്കേണ്ട കാലം വരും. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിന്റെ ഭരണാധികാരിയെ അമേരിക്ക നീചമായി കൊല ചെയ്യപ്പെട്ടിട്ടൊരു കൊല്ലം കഴിഞ്ഞുപോയി. കഴിഞ്ഞ മേലത്തെ ദുൽഹജ്ജ് 10 വലിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോ നമ്മൾ ഞെട്ടിയ വാർത്തയാണ്. സദ്ദാമിനെ ഇറാഖിലെ പാവ ഗവൺമെന്റിനെ ഉപയോഗിച്ച് അമേരിക്ക തൂക്കിലേറ്റിയ കഥ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്ത് 60ലധികം മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ട്, കോടാനക്കോടി മുസ്ലിങ്ങൾ ഉണ്ടായിട്ട്, ലക്ഷോപിലക്ഷം സമ്പത്തുകൾ ഉണ്ടായിട്ട്, അമേരിക്കയുടെ കിരാതമായി നടപടി, അതും ദുൽഹജ്ജ് 10 അന്ന് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയി മിനാ പർവ്വതത്തിൽ കമഴ്ത്തിക്കിടത്തി കത്തിയെടുത്ത് കഴുത്തിലഞ്ഞു വെച്ചപ്പോൾ അല്ലാഹു വിളിച്ചു പറഞ്ഞില്ല, യാ ഇബ്രാഹിം, നീ സ്വപ്നം വാക്കുപാലിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ അറുക്കേണ്ട പകരം ആടിനിറത്ത് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. മനുഷ്യ ബലിക്ക് പകരം ആടിനെ ഇറക്കിക്കൊടുത്തിട്ട് അല്ലാഹു ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും വീട്ടിലേക്ക് പറഞ്ഞയച്ച സന്തോഷത്തിന്റെ ദിവസം തന്നെ മനുഷ്യനെ മൃഗീയമായി തൂക്കിക്കൊന്നിട്ട് മുസ്ലിമീങ്ങളോട് വൈരാഗ്യം തീർത്ത അമേരിക്കയുടെ കിരാത നടപടിക്കെതിരെ ലോകത്തെ ചങ്കുറപ്പുള്ള ഒരു ഭരണാധികാരി രംഗത്ത് വന്നോ. എവിടെ പോയി കേണൽ ഗദ്ദാഫിമാര്, എവിടെ പോയി അഹമ്മദ് നജാത്തിമാര്, എവിടെ പോയി മുഷാറഫിന്റെ ഈർഷവും ഭാവവുമൊക്കെ, എവിടെ പോയി ലോകത്തെ സ്വാധീനിച്ച ഇസ്ലാമിന്റെ രണസിംഹങ്ങളൊക്കെ എല്ലാവരും അമേരിക്കയിൽ കണ്ടപ്പമിണ്ടാതിരുന്നു. ഒരുത്തറ്റ ഫിത്തനെ പേടിച്ചിട്ട് മറ്റുള്ളവരൊക്കെ മിണ്ടാതിരിക്കേണ്ട കാലം അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് കാല റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് ഒരു 3 കഞ്ചാവടിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ, വൈകുന്നേരമായാൽ കൂട്ടുകൂടിയിട്ട് ഒരു 2 പെഗ് വിടാത്ത ചെറുപ്പക്കാരൻ കൂട്ടിന് പറ്റൂല എന്ന ധാരണയല്ലേ ഇവിടെ? സുഹൃത്തുക്കളെ, പാൻപരാഗ് വായന്റെ ഉള്ളിൽ വെക്കാത്ത കുരുന്നു കുട്ടികളുണ്ടോ നമ്മുടെ നാട്ടില്? ഏത് കുട്ടികളായാലും മുസ്ലിം കുട്ടികളായാലും അവന്റെ പോക്കറ്റിൽ നിന്ന്, നിക്കറിന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് പാൻപരാഗും ഹാൻസും മതും പോലത്തെ വെറൈറ്റി ഈ പാൻ മസാലകളാണ്. സുഹൃത്തുക്കളെ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കള്ളിനേക്കാൾ, സ്പിരിറ്റിനേക്കാൾ, ചാരായത്തിനേക്കാൾ, മയക്കുമരുന്നിനേക്കാൾ
അപകടകാരികളാണ് പാൻ മസാലകള്. അത് മദ്യത്തിനേക്കാൾ കടുപ്പമാണ്. ഒരു നിലക്കും അതിനനുകൂല്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 15ാമത്തെ അടയാളം റസൂലുള്ള പറയാ, അതെ 14ാമത്തെ മദ്യം പച്ചവെള്ളം പോകുമ്പോ പോലെയാകലാണെങ്കിൽ 15ാമത്തെ കഴിഞ്ഞുപോയ നല്ല നല്ല ആളുകളെ അവസാനം വരുന്നവർ ലഅനത്ത് ചൊല്ലി കുറ്റം പറയുന്ന കാലം നിങ്ങൾക്ക് കാണാമല്ലോ. കഴിഞ്ഞുപോയ സാലിഹീങ്ങൾക്കൊക്കെ വിവരമില്ലാത്തവരാണെന്നോ അവര് മോശക്കാരാണെന്നോ വിളിച്ചു പറയുന്ന കാലം നമ്മുടെ കണ്ണിൽ കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു. വിശദീകരിക്കേണ്ടതില്ല. ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണ് കണ്ടാൽ സുനാമി വരുന്നതിന് കാത്തിരിക്കണം. കാല റസൂലുള്ളാഹ്. സുനാമിയുടെ 3ാം വാർഷികം നമ്മളിവിടെ ആഘോഷിക്കുമ്പോ 2,40,000 ജനങ്ങളെ സുനാമി കൊന്നു എന്ന് ചാനലും വാർത്താ മീഡിയകളും പറയുന്നു. അതിന്റെ 3ാം വാർഷികമാണ് ഇവർ ആഘോഷിക്കുന്നത്. റസൂലുള്ള പറയുന്നു, സുനാമി വരും ഇവിടെ. സുനാമി കഴിഞ്ഞാലോ പിന്നെ വരാൻ പോണത് തടവില്ലാതെ ഭൂമി കുലുക്കമുണ്ടാകും. അടുത്ത ദിവസം പോലും ഇന്തോനേഷ്യയിൽ കുലുങ്ങി. നമ്മുടെ നാട് ഇടക്കിടക്ക് കുലുങ്ങാറുണ്ട്. കഴിഞ്ഞതിന്റെ മേലത്തെ ഹജ്ജ് വേളയിൽ സൗദി അറേബ്യയിൽ പോലും കുലുങ്ങിപ്പോയി. അമേരിക്ക പോലും ഞെടുങ്ങിപ്പോയി. കുലുക്കത്തിലാണ്. ലോകത്ത് കുലുങ്ങാത്ത ഒരിഞ്ച് സ്ഥലമില്ല ഈ അല്ലാഹുവിന്റെ ഭൂമിയില്. അത് ഖിയാമത്ത് നാളിലേക്കുള്ള വലിയ കുലുക്കത്തിന്റെ ചെറിയ കുലുക്കങ്ങളാണ്. പോരാ, റസൂലുള്ള പറഞ്ഞു, കോലം മറിച്ചൽ ഇവിടെ വരാനുണ്ട്. ജനങ്ങളെ ഭൂമി പിടിച്ച് തിന്നൽ ഇവിടെ വരാനുണ്ട്. രണ്ടും വന്നു. കൊലമറിച്ചിൽ വന്നു. അമേരിക്ക നമ്മളോട് വിളിച്ചു പറയുന്നത് കണ്ടോ, ഒരു സൈസ് സ്പെഷ്യൽ കോളനി ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. മനുഷ്യന്റെ തലയും പട്ടിയുടെ ഉടലും കഴുതയുടെ വാലുമുള്ള ഒരു വിചിത്ര ജീവി വളരെ അടുത്ത കാലഘട്ടത്തിന്റെ ഉള്ളിൽ പിറവിയെടുക്കാൻ പോവുകയാണ്. അതിനുള്ള പരീക്ഷണം ആരംഭിച്ചു പോയെങ്കിൽ മണ്ണാർക്കാട്ടിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് പോകുന്ന റോഡ് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിൽ കാലവർഷമുണ്ടായ സമയത്ത് 2 ശക്തമായി 2 പിളർപ്പായി മാറുകയും മോട്ടോർ സൈക്കിളിൽ പോയിരുന്ന ഒരു മനുഷ്യൻ അതിലേക്ക് വീഴാൻ പോവുകയും ചെയ്തു. ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് വ്യത്യാസം കൊണ്ട് ആ മോട്ടോർ ബൈക്കും മനുഷ്യനും ഈ അഗാധമായ ഗർത്തത്തിലേക്ക് ഇറങ്ങി വീഴുമായിരുന്നു എന്ന് മനോരമ എടുത്തു പറയുന്നത് കേരളത്തിലാണ്, പാലക്കാട് ജില്ലയിലാണ്. ജീവിച്ച് ഈ 21ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധികളിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹിമ്മത്ത് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുരക്ഷിതത്വത്തിന്റെ പാതയിൽ എന്നും നിറഞ്ഞുനിന്ന ഷിഫാസ പർദ UAE കാലത്തിന്റെ ആവശ്യകതയ്ക്കായി കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ പുതിയൊരു ഷോറൂമിന് ജീവൻ നൽകിയിരിക്കുകയാണ്. അതിവിദഗ്ധരും പരിചയസമ്പന്നരുമായ ടൈലർമാരുടെ മേൽനോട്ടത്തിൽ UAEയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന പർദകളുടെ വിപുലമായ ശേഖരങ്ങൾക്കൊപ്പം കല്യാണ പർദകളും ഇന്ത്യൻ പർദകളും ഇവിടെ സുലഭമാണ്. മഫ്തകൾ, ഷാളുകൾ, നിസ്കാരക്കുപ്പായം, മാക്സി തുടങ്ങി സുരക്ഷിതത്വത്തിന്റെ പരിപൂർണത തന്നെയാണ് ഹിഫാസ പർദ ഷോറൂം. വരൂ, ഇസ്ലാമിക ദർശനത്തിലൂടെ സുരക്ഷിതത്വത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് ഒന്നിച്ചാസ്വദിക്കാം. ഹിഫാസ പർദ മർക്കസ് കോംപ്ലക്സ്, പള്ളിക്ക് സമീപം, കോഴിക്കോട്. ഫോൺ 989551